ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. ദ പ്രോപ്പർട്ടി ഓഫ് സെൻട്രൽ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോസ് ദ റൂൾ ഓഫ് ഇമ്മ്യൂണിറ്റി ഫ്രം മ്യൂച്വൽ ടാക്സേഷൻ. അതായത് സെൻട്രലിന്റെ പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് ടാക്സ് ചെയ്യരുത്, സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യരുത്, സെൻട്രൽ ടാക്സ് ചെയ്യരുത്. ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. സോ ആക്ച്വലി എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് സെൻട്രലിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഓൺ പ്രോപ്പർട്ടീസ് ടാക്സ് ചെയ്യരുത് എന്ന് പറഞ്ഞ നിയമം, മ്യൂച്വൽ ടാക്സേഷൻ ഉണ്ട്. ഓക്കെ, മ്യൂച്വൽ ടാക്സേഷന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ടാക്സ് ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ അറിയാവുന്ന പോലെ തന്നെ 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം വന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ കൺകറന്റ്ലി ലെജിസ്ലേറ്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അത് ശരിയാണ്. രണ്ടാമത്തെ ഫിസിക്കൽ പവേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂഷനലി ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആക്ച്വലി 101 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പറയുന്ന കാര്യമാണിത് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു സോണൽ കൗൺസിൽസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ദേ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ അമെൻമെന്റ് ആക്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആണോ? അല്ല, സ്റ്റാറ്റ്യൂട്ടറി ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏതാണ് ആക്ട്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏതാണ് ആക്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956 ആണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956 പ്രകാരമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തത് ദേ എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സെന്റർ എന്നാണ് പറയുന്നത്. അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ശരിയായിരിക്കും. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയായിരിക്കും. ജനറൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അറിയുന്നതാണെങ്കിലും അറിയില്ലെങ്കിലും. രണ്ടാമത്തെ ദേ ആർ ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷെ ആക്ച്വലി എന്താണ്? ഇത് തെറ്റാണ്. ദേ ആർ ചെയർഡ് ബൈ ഹോം മിനിസ്റ്റർ ആണ്. ഹോം മിനിസ്റ്റർ ആണ് ചെയർ ചെയ്യുന്നത്. ഹോം മിനിസ്റ്റർ ആണ് സോണൽ കൗൺസിൽസ് ചെയർ ചെയ്യുന്നത്. വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ ആ സോണൽ ഏതാണോ, ഇപ്പം ഏത് സോണാണോ ആ, ഇപ്പൊ വെസ്റ്റേൺ സോണ്, സെൻട്രൽ സോൺ ഉണ്ട്, വെസ്റ്റേൺ സോൺ ഉണ്ട്, പിന്നെ നോർത്തേൺ സോൺ ഉണ്ട്. അങ്ങനെ കുറെ സോൺസ് ഉണ്ട്. ആ സോണിൽ ഒരു വൈസ് ചെയർമാൻ ആരായിരിക്കും? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. പുള്ളിക്കാരനെ 1 ഇയർ ടെന്നറിലേക്കായിരിക്കും എലക്ട് ചെയ്യുക. ഓക്കെ, ഓരോ ഇയർ ബൈ ഇയർ ഓരോരോ ചീഫ് മിനിസ്റ്റർ ഇങ്ങനെ റൊട്ടേഷണൽ ബേസിസിൽ മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് നടക്കുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് അന്നേരം ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് ഒഫീഷ്യൽ ഫംഗ്ഷണറീസ്. ഹൗ മെനി ഓഫ് ദി എബോവ് ഫംഗ്ഷണറീസ് ക്യാൻ ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ആണ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഉണ്ട്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരാം? മുഴുവൻ മെമ്പേഴ്സിനും പാർട്ടാവാൻ വേണ്ടി പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഓൾ 6 ആണ് റൈറ്റ് ആൻസർ. ഇവരെ കൂടാതെ ആർക്കൊക്കെ ആവാം? എല്ലാ ക്യാബിനറ്റ്, ഇപ്പം 6 സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഇതിൽ പാർട്ടാവാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഇപ്പം ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ആണല്ലോ അല്ലെ, സ്റ്റേറ്റിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഇതിന്റെ അകത്ത് പാർട്ടാവാം. സ്റ്റേറ്റിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും ഇതിന്റെ അകത്തേക്ക് പാർട്ടാക്കാം. ആരാണ് കൊണ്ടുവരുന്നത്? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അതായത് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിലേക്ക്. ഇതാണ് ഐഡിയ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷനെ കുറിച്ചാണ്. എ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ബോറോ ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ് അപ്പോൺ ദ സെക്യൂരിറ്റി ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. എനിവെയർ ഇൻ ദ വേൾഡ് അല്ല, വിത്തിൻ ഇന്ത്യ മാത്രമേ ബോറോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വിത്തിൻ ഇന്ത്യ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ സ്റ്റേറ്റ് കനോട്ട് റൈസ് എ ലോൺ വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് സെന്റർ ഇഫ് ദർ ഈസ് എനി ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ബിറ്റ്വീൻ ദം. അതെന്താണ്? അത് ശരിയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് കനോട്ട് റൈസ് എ ലോൺ വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ദ സെന്റർ ഇഫ് ദർ ഈസ് എനി ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ബിറ്റ്വീൻ ദം. ഇതാണ് ആക്ച്വലി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന്റെ ഫിനാൻഷ്യൽ റിലേഷന്റെ കാര്യം. ഓക്കെ, സെന്റർ എന്ത് ചെയ്യും? കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആറാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മ്യൂച്വൽ ഡെലിഗേഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. മ്യൂച്വൽ ഡെലിഗേഷൻ ഓഫ് ഫംഗ്ഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ പ്രസിഡന്റ് മേ വിത്ത് ദ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് entrust to that government
any of the executive functions of the state. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് the governor of a state may with the consent of state government entrust to that government any of the executive functions of the center. ആക്ച്വലി ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റർചേഞ്ച് ചെയ്യാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പം പ്രസിഡന്റിന് സെൻട്രൽ ഗവൺമെന്റിന് ഒരു പവർ ഉണ്ടെന്ന് വിചാരിച്ചു. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് പവർ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പെർമിഷൻ ചോദിച്ചിട്ട്, അതായത് ഓക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പ്രസിഡന്റിന് അത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇവിടെ സെൻട്രൽ അല്ല, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ദ ഗവർണർ ഓഫ് എനി സ്റ്റേറ്റ് മേ വിത്ത് ദ കൺസെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് entrust to that government any of the executive functions of the state. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വരിക. ഓക്കെ, സെൻട്രലും സ്റ്റേറ്റും ഒന്ന് മാറ്റി മാറ്റി ഇട്ടതാണ്, അത്രേ ചെയ്തുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡിനൻസ് ഹൗ മെനി ഓഫ് ദി അബോവ് കൺസിഡർഡ് ആസ് ലോ ആസ് ഡിഫൈൻഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 13 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ അകത്ത് ഓർഡിനൻസസ് പ്രൊമുൾഗേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവർണേഴ്സ്, അതൊരു ലോ ആണ് അണ്ടർ ആർട്ടിക്കിൾ 13. ഗവൺമെന്റ് ഓർഡേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ലോ ആണ്. ഓർഡിനറി ലോസ് എനാക്റ്റഡ് ബൈ ദ പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഒക്കെ ലോ ആണ്. അത് മാത്രമല്ല ബൈലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റൂൾസ്, പിന്നെ പെർമനന്റ് ലോസ്, ടെമ്പററി ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ലോയും കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 13 അണ്ടറിൽ ലോ ആയിട്ട് വരും. പക്ഷെ എന്ത് മാത്രം വരില്ല, ആർട്ടിക്കിള് 13(4) പ്രകാരം ഒരു ക്ലോസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 13(4) പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368 ലോന്റെ പരിധിയിൽ വരില്ല എന്ന് പറയുന്നുണ്ട്. എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368 മാത്രം എന്തിൽ വരില്ല, ഇതിൻ്റെ അകത്ത് വരില്ല. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ അപ്ലൈസ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 368 എന്ന് ആർട്ടിക്കിൾ 13(4) പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരാത്തത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ ഓഡിയോ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിവൺ ഇഷ്യൂ ഉണ്ടോ എന്തേലും? ഇല്ല സർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. 8th one ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ ക്രിയേറ്റഡ് ആഫ്റ്റർ ദ 101st അമെൻമെന്റ് ആക്ട് ഓഫ് 2016 ആണ്. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 279A ആണ്. 279A ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തത്, എവറി decision of the GST council has to be taken by the majority of not less than 3/4 of the weighted votes of the members present. അതും എന്താണ്, ശരിയാണ്, അതും ശരിയാണ്. ഓക്കെ, നമുക്കറിയാം GST കൗൺസിൽ എന്തുണ്ട്, സ്റ്റേറ്റ്സിനും പ്രാതിനിധ്യം ഉണ്ട്, സെൻട്രലിനും ഉണ്ട് അല്ലെ. സെൻട്രലിന് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സെൻട്രലിന്റെ പൊസിഷൻ എത്രയാണ്? 1/4 ആൾക്കാർ സെൻട്രലിനും 3/4 ആൾക്കാർ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിനുമാണ്. ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? 3/4 ഇതിൻ്റെ അകത്ത് 2/3 സ്റ്റേറ്റിൽ 1/3 സെൻട്രൽ നിന്നുമാണ്. 3/4 വെയിറ്റഡ് വോട്ട്സ് വേണം. 3/4 വെയിറ്റഡ് വോട്ട്സ് വേണം ആക്ച്വലി എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ. സോ അതാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ ഇത്? ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 101st അമെൻമെന്റ് ആക്ട് ഓഫ് 2016 എന്ന് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ എക്സ്പ്ലനേഷൻ എന്താ? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് 279A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായിരിക്കണം അതിന്റെ എക്സ്പ്ലനേഷൻ വരേണ്ടത്. പക്ഷെ അങ്ങനെയല്ല വന്നിട്ടുള്ളത്, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അത് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ കനോട്ട് ബി ഡിറ്റെയിൻഡ് ബിയോണ്ട് 3 months വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദി അഡ്വൈസറി കമ്മിറ്റി. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കട്ടെ ഒരൊറ്റ മിനിറ്റ്. ഇന്ത്യ ഈസ് ദി ഓൺലി ഡെമോക്രാറ്റിക് കൺട്രി ഹാവിംഗ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇപ്പോഴും പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഉള്ളത്. ഓക്കെ, ഇന്ത്യയിൽ. ഓക്കെ, അത് ശരിയായിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ആസ് നൗ 3 months തന്നെയാണ്. 3 months തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവുകയാണ് വേണ്ടത്. പക്ഷേ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം 2 months ആക്കിയിട്ടുണ്ട്. പക്ഷേ
അത് ഇതുവരെ ഇംപ്ലിമെന്റേഷനിലേക്ക് ലെവലിലേക്ക് വന്നിട്ടില്ല. 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1976 2 months ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. സോ അതുകൊണ്ടാണ് ഇപ്പോഴും 3 months ആയിട്ട് തുടരുന്നത്. ഈ പേഴ്സൺ എന്തെങ്കിലും അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്തുകൊണ്ടാണ് പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെച്ചിരിക്കുന്നതെന്ന്? ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. ഇയാളെ എന്ത് കാരണം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബി ആണ്. പക്ഷെ ആക്ച്വലി ഓപ്ഷൻ സിയിലേക്ക് നമുക്കത് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ ഇപ്പം മാർക്കും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ചുമ്മാ ഒരു ഇൻഫോർമേഷൻ അത് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം എടുത്താൽ മതി. സോ 9 സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞു. ഫസ്റ്റ് ഓപ്ഷനിലെ 3 months അഡ്വൈസറി കമ്മിറ്റിയുടെ അപ്രൂവൽ കൂടാതെ തന്നെ പാർലമെന്റിന് ഒരു സ്പെഷ്യൽ പവർ ഇല്ലേ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് അഡ്വൈസറി കമ്മിറ്റി. പക്ഷെ വിത്ത് ദി അപ്രൂവൽ ഓഫ് അഡ്വൈസറി കമ്മിറ്റി ആണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടത് ഞാൻ. പവർ ആയിട്ട് ഈ 3 months ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ അപ്രൂവൽ ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഇല്ലേ? അങ്ങനെ സാധ്യതയില്ലേ സർ? ഓക്കെ, ആ ഒരു ക്ലോസും കൂടി നോക്കാട്ടോ. അതിനുശേഷം ആൻസർ കീ അപ്ഡേറ്റ് ചെയ്യാം. ആക്ച്വലി ഇങ്ങനൊരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇപ്പോഴും 3 months ആയിട്ടാണ് ആക്ച്വലി ഡിറ്റൻഷൻ ഉള്ളത്. പീരിയഡ് എന്ന് പറയുന്നത് 3 months ആണ്. വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് അഡ്വൈസറി കമ്മിറ്റി അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവലിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോൾ ഒരു സാധനം വന്നിട്ടുള്ളത്. നോക്കാട്ടോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. സോ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, സോ 10th one പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 142ന്റെ ഇതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 142 എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് വരേണ്ടത്. കംപ്ലീറ്റ് ജസ്റ്റിസ്, അതായത് സുപ്രീം കോടതിക്കുള്ള പവർ ആണ്. എംപവേഴ്സ് ദ സുപ്രീം കോടതി SC ടു പാസ് എനി ഡിഗ്രി ഓർ എനി ഓർഡർ നെസസറിലി ഡൂയിങ് കംപ്ലീറ്റ് ജസ്റ്റിസ്. കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു ക്ലോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് SCക്കുള്ള പവറിനെയാണ് ആർട്ടിക്കിൾ 142 പറയുന്നത്. ആർട്ടിക്കിൾ 142 കംപ്ലീറ്റ് ജസ്റ്റിസ് കൊണ്ടുവരാനുള്ള പവറിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് കൺസ്ട്രെയിൻഡ് ഇൻ ദ എക്സൈസ് ഓഫ് ഇറ്റ്സ് പവേഴ്സ് ബൈ ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ്. അതായത് ലോ കടന്നിട്ടും പോകാം, അതാണ് ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ആർട്ടിക്കിൾ 142 കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മെയിൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടേം ആണ് ആർട്ടിക്കിൾ 142 കംപ്ലീറ്റ് ജസ്റ്റിസ് ആണെന്നുള്ള ഐഡിയ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th. വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നോ ഹൈക്കോർട്ട് ഷാൽ ഹാവ് ദ jurisdictions to declare any central law to be constitutionally invalid. അത് തെറ്റാണ്. അത് ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ്. സാറിന് എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യയിലെ ഹൈക്കോർട്ടിനും സുപ്രീം കോടതിക്കായാലും കോർട്ടിന് എന്തുണ്ട്? പവർ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 226 227 പറയുന്നത്. ഹൈക്കോർട്ടിന്റെ പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തതും തെറ്റാണ്. An amendment to Constitution of India cannot be called into question by the Supreme Court of India. അത് തെറ്റാണ്. എന്തുകൊണ്ടാ? നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആണ്. സോ വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഗിവൻ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നൈദർ 1 nor 2 ആണ്. നൈദർ 1 nor 2 ആണ് ആൻസർ വരെ. 12th ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് മണി ബില്ല്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മണി ബില്ലില് കോണ്ടിജൻസി ഫണ്ട് പറഞ്ഞിരിക്കുന്നത് a money bill is concerned with the appropriation of monies out of the contingency fund of India. C ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് തെറ്റാണ്. ആക്ച്വലി കണ്ടിജൻസി ഫണ്ട് എന്താണ്? പ്രസിഡന്റിന്റെ അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രസിഡന്റിന്റെ അണ്ടറിലുള്ള ഫണ്ടാണ് ആക്ച്വലി കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാധനം. പിന്നെന്താണ്? മണി ബില്ലിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. മണി ബില്ല് എന്ന് പറയുന്നത് 1110 ആർട്ടിക്കിൾ 1110. പിന്നെന്താണ്? രാജ്യസഭക്ക് അമെൻഡും റിജക്റ്റും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചേഞ്ചസ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഐഡിയ. ഓക്കെ, ബാക്കി എല്ലാ സാധനങ്ങളും മണി ബില്ലിന്റെ റിഗാർഡിങ് ശരിയാണ്. ബിൽ ഷാൾ
shall be deemed to be money bill if it contains only provisions related to imposition, abolition, remission, alteration of regulation of any tax. Money bill has provisions for the custody of consolidated fund of India or the contingency fund of India. പിന്നെന്താണ് money bill deals with the regulation of borrowing of money or giving of any guarantee by the government of India എന്നും പറയുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തത് in the election of Lok Sabha or Rajya Sabha, the winning candidate must get at least 50% of the votes polled to be declared elected. അത് തെറ്റല്ലേ? നമുക്ക് എന്താണ്? നമുക്ക് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം. ആക്ച്വലി 50% വോട്ട് കിട്ടണമെന്നുണ്ടോ? പോൾ ചെയ്തതില് പകുതി വോട്ട് കിട്ടിയാൽ മാത്രമേ ജയിക്കൂലൂ എന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഇതാണ് അത് എന്തായാലും തെറ്റായ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. അക്കോർഡിംഗ് ടു പ്രൊവിഷൻസ് ലേ ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ലോക്സഭ ദ സ്പീക്കേഴ്സ് പോസ്റ്റ് ഗോസ് ടു മെജോറിറ്റി പാർട്ടി ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ഗോ ടു ദ ഓപ്പോസിഷൻ. അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും നോ പ്രൊവിഷൻ ആണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. നോ പ്രൊവിഷൻ, ഇങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ആവുമ്പോൾ ആൻസർ ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി. നോട്ട് കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Minimum age prescribed for any persons to be a member of Panchayati is 21 years. ഇത് കറക്റ്റ് ആണ്. 73rd Constitution Amendment Actൽ പറയുന്നതാണ്. സോ 21 years ആണ് നമുക്ക് person to be a member of Panchayat എന്ന് പറയുന്നത്. രണ്ടാമത്തെ, പഞ്ചായത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആഫ്റ്റർ പ്രീമേച്ചർ ഡിസൊല്യൂഷൻ കണ്ടിന്യൂസ് ഓൺലി ഫോർ ദ റിമൈൻഡർ പീരീഡ്. അത് നമുക്കറിയാലോ. എന്താണ് ഇപ്പം 4 വർഷം ആകുമ്പോഴേക്കും ഒരു പഞ്ചായത്ത് പിരിഞ്ഞുപോയി എന്ന് വിചാരിച്ചു. 4 വർഷം ആകുമ്പോഴേക്ക് പിരിഞ്ഞുപോയി. 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തണം അല്ലെ. 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തി ബാക്കി 5 വർഷാവൻ ഇനി എത്ര മാസമാണോ ബാക്കിയുള്ളത് ആ മാസം മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആഫ്റ്റർ ദ പ്രീമേച്ചർ ഡിസൊല്യൂഷൻ കണ്ടിന്യൂസ് ഓൺലി ഫോർ ദ റിമൈൻഡർ പീരിയഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഇൻ ഇന്ത്യ ദ സെയിം പേഴ്സൺ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ഗവർണർ ഫോർ ദ 2 or more സ്റ്റേറ്റ് അറ്റ് ദ സെയിം ടൈം. അത് 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. നമുക്കറിയാം 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം ഒരാളെ തന്നെ 2 അതിലധികമോ സ്റ്റേറ്റ്സിന്റെ ഗവർണർ ആക്കി നിയമിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് നോക്ക്. ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. അതെന്താണ്? അത് കറക്റ്റ് ആണ്. 124 ആണ് SCൻ്റെത്. 270 അതാണ് ഹൈക്കോർട്ടിന്റെ. 217 ആണ് ഹൈക്കോർട്ടിന്റെ. 124 ആണ് സുപ്രീം കോർട്ടിന്റെ. ആരാണ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്? എനിവൺ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോർട്ടിന്റെ? ഗവർണർ. ഹൈക്കോർട്ടിന്റെ ഗവർണർ ആണ്. സുപ്രീം കോർട്ടിന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇതാണ് വ്യത്യാസം. ആ ഓത്തിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. നോട്ട് ചെയ്തെടുക്കുക. ഓത്തിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. നെക്സ്റ്റ്, നോ പ്രൊസീജിയർ has been laid down in the Constitution of India for the removal of governor from his or her post എന്ന് പറയുന്നുണ്ട്. അതും എന്താണ്? അത് കറക്റ്റ് ആണ്. ഗവർണർക്ക് എന്താണ് ഇംപീച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. അടുത്ത, ഇൻ ദ കേസ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഹാവിംഗ് എ ലെജിസ്ലേറ്റീവ് സെറ്റപ്പ് ദ ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ലഫ്റ്റനന്റ് ഗവർണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ആക്ച്വലി എന്താണ്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ കെജ്രിവാളിനൊക്കെ പ്രസിഡന്റ് ആണ് ഡൽഹിയിൽ അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് സെക്ഷൻ 45 ഓഫ് യൂണിയൻ ടെറിട്ടറി ആക്ട് 1963 എന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കാവുന്നതാണ്. സെക്ഷൻ 45 ഓഫ് UT ആക്ട് ഓഫ് 1963. ഓക്കെ, നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൊവിഷൻസ്? ഇപ്പൊ ഓക്കെ ആണോ? ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. What is the provision to safeguard the autonomy of the Supreme Court of India എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓട്ടോണമി സേഫ് ഗാർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന്. വൈൽ അപ്പോയിന്റിംഗ് സുപ്രീം കോർട്ട് ജഡ്ജസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ടു കൺസൾട്ട് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതെന്താണ്? അത് ശരിയാണ്.
ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, ദ സുപ്രീം കോർട്ട് ജഡ്ജസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓൺലി. അതെന്താണ്? ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ പറയുന്നത് 124(4) പ്രകാരമാണ്. ഇംപീച്ച്മെന്റ് 124(4) പ്രകാരം പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് കേട്ടോ. 124(4) പ്രകാരം ഇംപീച്ച്മെന്റിന്റെ പ്രൊസീജിയർ പറയുന്നുണ്ട്. സോ റിമൂവ് ചെയ്യല്ല ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. തേർഡ് വൺ, ദ സാലറീസ് ഓഫ് ജഡ്ജസ് ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ ടു വിച്ച് ദ ലെജിസ്ലേച്ചേഴ്സ് ഡസ് നോട്ട് ഹാവ് ടു വോട്ട് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ സാലറീസ് ഓഫ് ജഡ്ജസ് ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതെന്തുകൊണ്ടാ? അത് ഓട്ടോണമി സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊവിഷൻ ആണ്. ഓക്കെ. ഫോർത്ത് വൺ എന്ന് പറയുന്നത്, all appointments of officers and staffs of Supreme Court of India are made by government only. ഗവൺമെന്റ് അല്ല, ആക്ച്വലി ചീഫ് ജസ്റ്റിസ് തന്നെയാണ്, നേരിട്ട് തന്നെയാണ് നടത്തുന്നത് കേട്ടോ. ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ടാണ് നടത്തുന്നത്. ആർട്ടിക്കിൾ 146 ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 146 ഇത് പറയുന്നുണ്ട് കേട്ടോ. ഓൾ അപ്പോയിന്റ്മെന്റ്സ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് സ്റ്റാഫ്സ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓൺലി അല്ല, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് നേരിട്ട് നടത്തുന്നത്. ഇത് ആർ ടി ഐന്റെ പരിധിയിൽ പെടുവോ? ഇത് ആർ ടി ഐയുടെ പരിധിയിൽ പെടുവോ? എനിവൺ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആർ ടി ഐന്റെ അണ്ടറിൽ വരും കേട്ടോ. ആർ ടി ഐയുടെ അണ്ടറിൽ വരും. എന്താണ് വരുന്നത്? സുപ്രീം കോടതി അതിന്റെ ഓഫീസും അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളാണ് ആർ ടി ഐന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ആർ ടി ഐന്റെ അണ്ടറിൽ വരും ഇത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 3 ഓൺലി. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് സീസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ കോൾസ് ഫോർ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ്. ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞിരിക്കുന്ന ഇതിലാണ് ആർട്ടിക്കിൾ 108 ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്, അതൊക്കെ പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 108 ജോയിന്റ് സിറ്റിംഗ്, ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ബഡ്ജറ്റ്, 1110 എന്ന് പറയുന്നത് മണി ബില്ല്. ഓക്കെ, ഫിനാൻഷ്യൽ ബില്ല് 117, 1182, 117(1) അതൊക്കെ. ഓക്കെ, നോക്കി വെക്കാം. സോ ജോയിന്റ് സിറ്റിംഗ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണി ബില്ലിൽ ജോയിന്റ് സിറ്റിംഗ് ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിലും ഇല്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യണം. മണി ബില്ല് ലോക്സഭയിൽ മാത്രമാണ് പാസ് ചെയ്യേണ്ടത്, ഇത് സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല്. സോ ആൻസർ എന്താണ്? നോട്ട് അപ്ലിക്കബിൾ ചോദിച്ചിരിക്കുന്നത്. സോ നോട്ട് അപ്ലിക്കബിൾ ആവുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി. 2 and 3 ഓൺലി. Next question, which of the following special powers have been conferred on the Rajya Sabha by the Constitution of India എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ to change the existing territory of state and to change the name of state എന്ന് പറയുന്നത് both houses-ന്റെ ആണ്. ഇത് both houses ആണ്. To pass a resolution empowering the parliament to make laws on state list and create one or more all India services എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്യസഭയുടെ സ്പെഷ്യൽ പവർ കേട്ടോ. രാജ്യസഭയുടെ പവർ ആർട്ടിക്കിൾ 312 ആണ് തോന്നുന്നു. 312 ആണ് നോക്കണേ. ടു പാസ് ദ റെസൊല്യൂഷൻ എംപവറിംഗ് ദ പാർലമെന്റ് ടു മേക്ക് ലോസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് ടു ക്രിയേറ്റ് വൺ ഓർ മോർ ഓൾ ഇന്ത്യ സർവീസസ്. ഓക്കെ, ടു അമെൻഡ് ദ ഇലക്ഷൻ പ്രൊസീജിയർ ഓഫ് പ്രസിഡന്റ് ആൻഡ് ടു ഡിറ്റർമൈൻ ദ പെൻഷൻ ഓഫ് പ്രസിഡന്റ് ആഫ്റ്റർ ഹിസ് ഓർ റിട്ടയർമെന്റ്. ഇത് ആക്ച്വലി ഫെഡറലിസത്തിനെ ബാധിക്കുന്ന ഒരു സാധനമാണ്. സോ സ്റ്റേറ്റിന്റെയും കൂടി കൺസെന്റ് ആവശ്യമായിട്ട് വരും. To determine the functions of election commission and to determine the number of election commissioners. അതിനൊന്നും ആക്ച്വലി എന്ത് വേണ്ട, രാജ്യസഭയുടെ പവർ അല്ല വേണ്ടത്. അതൊക്കെ നമ്മുടെ ഫെഡറലിസത്തിനെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. സോ സ്റ്റേറ്റിന്റെയും കൂടി കൺസെന്റ് ആവശ്യമുണ്ടാവും. നെക്സ്റ്റ് വൺ 19ാമത്തെയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഓർ ഹെർ അപ്പോയിന്റ്മെന്റ് നീഡ് നോട്ട് നെസസറിലി ബി എ മെമ്പർ ഓഫ് വൺ ഓഫ് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ബട്ട് മസ്റ്റ് ബിക്കം എ മെമ്പർ ഓഫ് വൺ ഓഫ് ദ ഹൗസസ് വിത്തിൻ 6 months. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. നമുക്കറിയാലോ അല്ലെ, need not necessarily be the member of one of the houses of parliament but must become a member of any one of the houses within the 6 months. രാജീവ് ഗാന്ധി എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നേ. രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് അന്നേരം രാജ്യസഭയിൽ നിന്നാണ് ആയത്. ഓക്കെ, രാജ്യസഭയിൽ നിന്നാണ് ആയത്. ഇങ്ങനെ ആയ ആൾക്കാരുണ്ട് കേട്ടോ. രാജീവ് ഗാന്ധി ഒരു എക്സാമ്പിൾ ആണ്. നോക്ക്, ഫസ്റ്റ് ടൈം ആയത്. ഓക്കെ, ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ആയത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. 75 ആർട്ടിക്കിൾ 75(5) ക്ലോസിലായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് നീഡ് നോട്ട് നെസസറിലി ബി എ മെമ്പർ ഓഫ് എനി വൺ ഓഫ് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ബട്ട് മസ്റ്റ് ബിക്കം എ മെമ്പർ ഓഫ് എനി വൺ ഓഫ് ദ ഹൗസസ് വിത്തിൻ 6 months എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് ഈ സി ഓപ്ഷൻ കണ്ടോ, മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എനി വൺ ഓഫ് ദ ഹൗസസ് ഓഫ് പാർലമെന്റ്. ഇത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കാര്യമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരാൾ പ്രൈം മിനിസ്റ്റർ ആവണമെങ്കിൽ അയാൾ മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എനി വൺ ഓഫ് ദ ഹൗസസ് ഓഫ് ദ
പാർലമെന്റ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ. 20, question number 20, which of the following are the methods of parliamentary control over public finances in India എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്ലേസിംഗ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിഫോർ പാർലമെന്റ്, ബഡ്ജറ്റ് ആണ് ഇത്. ആർട്ടിക്കിൾ 112 ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇത് കറക്റ്റ് ആണ് അല്ലെ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്ലേസ് ചെയ്യുന്നത് എന്തിനാണ്? ബഡ്ജറ്റ് പാർലമെന്ററി കൺട്രോളിനാണ് പബ്ലിക് ഫിനാൻസസിന്. സെക്കൻഡ് വൺ എന്താണ്? വിഡ്രോവൽ ഓഫ് മണി ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓൺലി ആഫ്റ്റർ പാസിംഗ് ദ അപ്രോപ്രിയേഷൻ ബിൽ, അതും എന്താണ്? അതും ശരിയാണ്. തേർഡ് വൺ, പ്രൊവിഷൻസ് ഫോർ സപ്ലിമെന്ററി ഗ്രാൻസ് ആൻഡ് വോട്ടർ അക്കൗണ്ട്, എല്ലാ മണി പോകുന്ന പരിപാടികളും എന്താണ്? ഇതിനകത്തേക്ക് വരുന്നതാണ്. നെക്സ്റ്റ് നോക്ക്, ഇൻട്രൊഡ്യൂസിംഗ് ഫിനാൻസ് ബിൽ ഇൻ ദ പാർലമെന്റ്, അതും ആണ്. പക്ഷെ എന്തല്ല, ഫോർത്ത് വൺ മാത്രമല്ല, ഫോർത്ത് വൺ എന്താണ്? പീരിയോഡിക് ഓർ അറ്റ്ലീസ്റ്റ് മിഡ് ഇയർ റിവ്യൂ ഓഫ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ് അഗെയിൻസ്റ്റ് മാക്രോ എക്കണോമിക് ഫോർകാസ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ പാർലമെന്ററി ബഡ്ജറ്റ് ഓഫീസ് ആണ്. ഇത് ആക്ച്വലി ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യമല്ല കേട്ടോ, പാർലമെന്ററി കൺട്രോളിന്റെ അണ്ടറിൽ വരുന്ന കാര്യമല്ല. നിങ്ങൾ വായിക്കുക, പോളിറ്റി ലക്ഷ്മികാന്തിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത കാര്യമാണ് കേട്ടോ, പോളിറ്റി ലക്ഷ്മികാന്തിൽ. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3 and 5. 1, 2, 3 and 5. നെക്സ്റ്റ് വൺ 21 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. How many of the following are included in the original jurisdiction of Supreme Court ആണ്? ഒറിജിനൽ jurisdiction ഉണ്ട്, appellate jurisdiction ഉണ്ട്. ഫസ്റ്റ് വൺ, a dispute between government of India and one or more states എന്ന് പറയുന്നത് എന്താണ്? Directly comes under the original jurisdiction ആണ്. നെക്സ്റ്റ് വൺ, a dispute regarding elections to either house of parliament or to that of legislature of state ആണ്. നമുക്കറിയാം ഇതെന്താണ്? ഹൈക്കോർട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ, ഇത് ഹൈക്കോർട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. പാർലമെന്റിലേക്ക് എന്താണ്? ഒറിജിനൽ jurisdiction അല്ല സുപ്രീം കോർട്ടിന്റെ. ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും ഇലക്ഷൻ ഡിസ്പ്യൂട്ട് നടക്കും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇലക്ഷൻ ഡിസ്പ്യൂട്ട് നടക്കും. ഒറിജിനൽ jurisdiction അല്ല സുപ്രീം കോടതിന്റെ. സോ സെക്കൻഡ് വൺ തെറ്റാണ്, ഫസ്റ്റ് വൺ ശരിയാണ്. എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് യൂണിയൻ ടെറിട്ടറി, കണ്ടോ, ഫസ്റ്റ് ഓപ്ഷന്റെ അതേപോലെ തന്നെയാണ്. സോ അതും എന്തായിരിക്കും? ശരിയായിരിക്കും. ഫോർത്ത് വൺ നോക്ക്, എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് കോൺട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓഫ് ദ ഇന്റർസ്റ്റേറ്റ് റിവേഴ്സ്. ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്തല്ല? ഒറിജിനൽ jurisdiction അല്ല, സുപ്രീം കോടതിന്റെ ഒറിജിനൽ jurisdiction അല്ല. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ, ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ 22nd ക്വസ്റ്റ്യൻ, regarding the office of the Lok Sabha speaker, consider the following statement. He holds the office during the pleasure of the president എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് തെറ്റാണ്. പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണോ? അല്ല. പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സമയവും എപ്പോ വേണേലും പിരിച്ചുവിടാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത് അല്ലെ. അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ എന്നാണ് ഐഡിയ വരുന്നത് പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണോ? പ്രസിഡന്റ് വിചാരിച്ചാൽ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല കേട്ടോ ലോക്സഭാ സ്പീക്കറിന്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, നീഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ഹൗസ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് എലക്ഷൻ ബട്ട് ഹാസ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദ ഹൗസ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് എലക്ഷൻ. ഇത് നമ്മുടെ MPസിന് ഇവിടെ നമ്മുടെ മിനിസ്റ്റേഴ്സിന് മാത്രമാണ്. സോ ഇത് എന്തില്ല? ഇത് സ്പീക്കറിന് അപ്ലിക്കബിൾ അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇഫ് ഹി ഇന്റൻഡ് ടു റിസൈൻ ദ ലെറ്റർ ഓഫ് ഹിസ് റിസൈനേഷൻ ഹാസ് ടു ബി അഡ്രസ്ഡ് ടു ദ പ്രസിഡന്റ് അല്ല, ഡെപ്യൂട്ടി സ്പീക്കറാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നിങ്ങളുടെ ആൻസർ കീയിൽ ഡി അല്ലല്ലോ, ആൻസർ കീ ആണ് കൊടുത്തത്. അത് ചേഞ്ച് ചെയ്യാം കേട്ടോ, അത് ചേഞ്ച് ചെയ്യാം. സോ 22nd ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ കണ്ടന്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 23rd ക്വസ്റ്റ്യൻ നോക്ക്, യൂണിയൻ ടെറിട്ടറീസ് ആർ റെപ്രസെന്റഡ് ഇൻ രാജ്യസഭ അല്ലെ? ശരിയാണ്. നോക്ക്, 9 യൂണിയൻ ടെറിട്ടറി ഉണ്ട് നമുക്ക്, 3 റെപ്രസെന്റഡ് ഇൻ രാജ്യസഭയാണ്. എന്തുകൊണ്ടാ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉള്ളത് ആർക്കൊക്കെ നോക്കിയാൽ മതി, അവരൊക്കെ റെപ്രസെന്റിങ് ആയിരിക്കും. ഡൽഹി ആണ്, പുതുച്ചേരി ആണ്. ഇപ്പൊ ജമ്മു കാശ്മീർ ഇലക്ഷൻ നടന്നല്ലേ, അപ്പൊ അതിന്റെ പാർട്ടായിട്ട് എന്തായാലും രാജ്യസഭയിലെ മെമ്പേഴ്സും വരും. ഓക്കെ, അപ്പൊ എന്തായി? 3 ആൾക്കാർ റെപ്രസെന്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്ക്, ഇറ്റ് ഈസ് വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടു അബ്ജുഡിക്കേറ്റ് ദ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒറിജിനൽ jurisdiction വരുമെന്ന് ചോദിച്ചത്. ഇതെന്താണ്? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലാണ് വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇത് ശരിയാണ്. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ്. സോ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ 1 and 3 ഓൺലി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? 1 and 3 ഓൺലി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ 24th ഇൻ മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി ആണ്. ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. യെസ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്
മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി. ആക്ച്വലി 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് അണ്ടറിൽ വരുന്നതാണ്. അർബൻ ലോക്കൽ ബോഡീസ് ഒക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. പ്രിപ്പയർസ് ദ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻസ് ഫോർ മെട്രോപൊളിറ്റൻ ഏരിയ. ഇതൊക്കെ ഭയങ്കര ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ ഭയങ്കര ജനറൽ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഉപദ്രവിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുത്താൽ മതി. ഓക്കെ, നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ പ്രിപ്പയർസ് ദ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻസ് ഫോർ മെട്രോപൊളിറ്റൻ ഏരിയ? അല്ലാന്ന്. ചിലപ്പോൾ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എന്താണ് പ്രിപ്പയർസ് ദ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാൻസ് ഫോർ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത് ശരിയാക്കി എടുക്കണം. ഹാസ് ദ സോൾ റെസ്പോൺസിബിലിറ്റി, കണ്ടോ, സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെന്റിംഗ് ഗവൺമെന്റ് സ്പോൺസേർഡ് സ്കീംസ് ഇൻ മെട്രോപൊളിറ്റൻ ഏരിയ. മാത്രമാണോ? അവിടെ ലോക്കൽ ബോഡീസ് വേറെ ഉണ്ടാവുമല്ലോ, ലോക്കൽ ബോഡീസ് ഉണ്ടാവും, MLAs ഉണ്ടാവും. ഓക്കെ, അവർക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാലോ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി ടു ആണ് ആൻസർ വരുന്നത്. 25th question, which one of the following authorities makes recommendations to the governor of state as to the principles for determining the taxes and duties which may be appropriated by the panchayat in that particular state? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മുടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഇതിന്റെ ഫിനാൻഷ്യൽ പവേഴ്സും ഡെവല്യൂഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് ആക്ച്വലി ഫിനാൻസ് കമ്മീഷൻ ആണ്. ഓക്കെ, അതുപോലെ സ്റ്റേറ്റിൽ എന്തുണ്ട്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. അവരാണ് സ്റ്റേറ്റും പഞ്ചായത്തും തമ്മിലുള്ള അപ്രോപ്രിയേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്, ടാക്സസിന്റെയും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ. അത് ഓരോ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ആണ് അത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓരോ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 243I പ്രകാരമാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ആർട്ടിക്കിൾ 243I പ്രകാരം. ഫിനാൻസ് കമ്മീഷൻ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഫോം ചെയ്യുന്നത്? എനിവൺ? ഫിനാൻസ് കമ്മീഷൻ 280. യെസ്, ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫോം ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണെങ്കിൽ 243I ആണ്. ഓർമ്മിച്ച് വെക്കണേ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് നമ്മൾ ഒരു മെയിൻസിന്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആൻസേഴ്സ് കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയി ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡീസിന്റെ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, 26th question, the Supreme Court of India tenders advice to the President of India on matters of law or fact if the matters related to the fundamental rights of the citizen. ആണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഇഫ് ദ പ്രസിഡന്റ് സീക്സ് സച്ച് ആൻ അഡ്വൈസ്, അത് പ്രസിഡന്റ് അഡ്വൈസ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കൊടുക്കണമല്ലോ, കൊടുക്കണം. നെക്സ്റ്റ് വൺ, ഓൺ എനി മാറ്റർ ഓഫ് ലാർജ് പബ്ലിക് ഇൻട്രസ്റ്റ്, കൊടുക്കണോ? വേണ്ട കേട്ടോ, വേണ്ട, അങ്ങനെ ആവശ്യമില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, ഇവിടെ ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടായി, അപ്പൊ അതിന്റെ അർത്ഥം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയാണ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് പറയാണ് പ്രസിഡന്റിനോട് ഇന്ന കാര്യം ചെയ്തുകൂടെ, അങ്ങനത്തെ കാര്യം പറഞ്ഞുകൂടെ, അങ്ങനെ ഒരു ക്ലോസ് ഇല്ല. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു ക്ലോസും ഇല്ല. പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമേ അഡ്വൈസ് കൊടുക്കേണ്ടതുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. അഡ്വൈസ് എന്താണ്? ഈ കൊടുത്ത അഡ്വൈസ് എന്താണ്? ഈ കൊടുത്ത അഡ്വൈസ് ബൈൻഡിങ് ആണോ? നോട്ട് ബൈൻഡിങ് ആണ്. ഓക്കെ, പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റീസിന്റെ കാര്യത്തിൽ ഒന്ന് നോക്കണേ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പേ വന്ന ട്രീറ്റീസ് ആണെങ്കിൽ എന്താണ് എന്തായാലും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം, ഇത് സുപ്രീം കോടതി അഡ്വൈസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും അഡ്വൈസ് നോട്ട് ബൈൻഡിങ് ആണോ ബൈൻഡിങ് ആണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കണം എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ ആണ്. 27th ക്വസ്റ്റ്യനിൽ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ മെജോറിറ്റി പാർട്ടി റൂൾ ആണല്ലോ, അത് ശരിയാണ്, മെജോറിറ്റി പാർട്ടി റൂൾ ആണ്. സെക്കൻഡ് വൺ ഡിസൊല്യൂഷൻ ഓഫ് അപ്പർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. അപ്പർ ഹൗസ് ഉണ്ടോ? ഡിസൊല്യൂഷൻ ഓഫ് രാജ്യസഭ ഉണ്ടോ? ഇല്ല കേട്ടോ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലേ? അതെ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. സിംഗിൾ മെമ്പർഷിപ്പ് ആണോ? സിംഗിൾ മെമ്പർഷിപ്പ് അല്ല ഉള്ളത്, നമുക്ക് ഡബിൾ മെമ്പർഷിപ്പാണ് ഉള്ളത്. ഇതിന്റെ അർത്ഥം എന്താണ്? പാർലമെന്ററി സിസ്റ്റത്തിലെ ഡബിൾ മെമ്പർഷിപ്പ് ആണെന്നുള്ള അർത്ഥം ഒരു മിനിസ്റ്റർ എന്താണ്? എക്സിക്യൂട്ടീവ് ആണ് അല്ലെ? ഒരു മിനിസ്റ്റർ എക്സിക്യൂട്ടീവ് ആണ്. പുള്ളിക്കാരൻ എന്തിന്റെയും കൂടി പാർട്ടാണ്? ലെജിസ്ലേച്ചറിന്റെയും കൂടി പാർട്ടാണ്. അതിനെയാണ് ആക്ച്വലി പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരി, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരി, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി സിംഗിൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഏതിന്റെയാണ്?
പാർലമെന്ററി അല്ല, പ്രസിഡൻഷ്യൽ ആട്ടോ, പ്രസിഡൻഷ്യൽ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് അപ്പർ ഹൗസ് എവിടെയില്ല, രാജ്യസഭ ഡിസോൾവ് ചെയ്യുന്നില്ല, ലോക്സഭയാണ് ഡിസോൾവ് ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് വരിക, 1 and 3 ഓൺലി. നിങ്ങളുടെ കീഴില് ബി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ബി ആണോ? ഡിസൊല്യൂഷൻ ഓഫ് ഡി ആണ് ആൻസർ. ഡി ആണ് ആൻസർ. നോട്ട് ചെയ്ത് വെക്കണം, ചേഞ്ച് നോട്ട് ചെയ്ത് വെക്കണം. ഡീറ്റെയിൽഡ് കീഴിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 27th. ഓക്കെ, 28th ക്വസ്റ്റ്യൻ. Britain has the system of legal responsibility of the minister while India has no such system എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ് കേട്ടോ. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് മിനിസ്റ്റർക്ക്, വൈൽ ഇന്ത്യ ഹാസ് നോ സച്ച് സിസ്റ്റം. ഓക്കെ, നോ സച്ച് സിസ്റ്റം, അതായത് ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് ഡിസിഷനോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാലുള്ള ലീഗൽ റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത് കേട്ടോ ബ്രിട്ടനിൽ. പക്ഷേ ഇന്ത്യയിൽ എന്തില്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. രണ്ടാമത്തെ, ഇൻ ഇന്ത്യ ദ പ്രൈം മിനിസ്റ്റർ ക്യാൻ ബി മെമ്പർ ഓഫ് എനി ഹൗസ് ഓഫ് പാർലമെന്റ് ലൈക്ക് ദാറ്റ് ഓഫ് ബ്രിട്ടൻ. ഇത്ര വരെ ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റിൽ ഇത്ര വരെ ശരിയാണ്, ഇത്ര വരെ വളരെ ശരിയാണ്. ലൈക്ക് ദാറ്റ് ഓഫ് ബ്രിട്ടൻ ആണോ? അല്ല കേട്ടോ. ബ്രിട്ടനിൽ ലോവർ ഹൗസിൽ തന്നെ അംഗമായിരിക്കണം നിർബന്ധമുണ്ട്, ലോവർ ഹൗസിൽ തന്നെ അംഗമായിരിക്കണം നിർബന്ധമുണ്ട് പ്രൈം മിനിസ്റ്റർ കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇൻ ബ്രിട്ടൻ ലൈക്ക് ദാറ്റ് ഓഫ് ഇന്ത്യ എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ് ക്യാൻ ആൾസോ ബി അപ്പോയിന്റഡ് ആസ് മിനിസ്റ്റർ ബട്ട് ഫോർ എ മാക്സിമം പീരിയഡ് ഓഫ് 6 months എന്ന് പറയുന്നുണ്ട്. In Britain, like that of India, a person who is not a member of parliament can also be appointed as a minister, but for a maximum period of 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? അതും തെറ്റാണ്, അതും തെറ്റാണ്. ഓക്കെ, മിനിസ്റ്റർ ആയി അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല ബ്രിട്ടനിൽ കേട്ടോ. ബ്രിട്ടനിൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ലോവർ ഹൗസിലെ അംഗമായിരിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ കമ്പാരിസൺ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് UPSC കേട്ടോ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, മാക്സിമം ബ്രിട്ടൻ, USA, ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് കേട്ടോ. നോക്കുന്നുണ്ട് തന്നെ. സോ ആൻസർ വരുന്നത് വിച്ച് ഓഫ് ദ എബോ ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. നോക്ക്. നെക്സ്റ്റ് വൺ, ബൈക്കാമൽ ലെജിസ്ലേച്ചർ ഈസ് എ ഫെഡറൽ ക്യാരക്ടർ വൈൽ ഓൾ ഇന്ത്യ സർവീസ് ഈസ് എ യൂണിറ്ററി ഫീച്ചർ ഓഫ് ഇന്ത്യൻ പോളിറ്റി. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ബേസിക് ആണ്. യൂണിറ്ററി ഫീച്ചേഴ്സും ഫെഡറൽ ഫീച്ചേഴ്സും നിർബന്ധമായി പഠിച്ചിരിക്കണം. കഴിഞ്ഞ ടെസ്റ്റിലെ പോർഷൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോക്കുക. വീറ്റോ പവർ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇലക്ഷൻ മിഷനറി ആർ യൂണിറ്ററി ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും എന്താണ്? വളരെ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. വീറ്റോ പവർ ഓഫ് പ്രസിഡന്റും ഇന്റഗ്രേറ്റഡ് ഇലക്ഷൻ മിഷനറി എന്താണ്? യൂണിറ്ററി ഫീച്ചർ ആണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണെങ്കിലോ, സോറി ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണെങ്കിൽ അത് യൂണിറ്ററി ഫീച്ചർ ആണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണെങ്കിൽ അത് ഫെഡറൽ ഫീച്ചർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദി എബോ ഈസ് ഓർ ആർ മെറിറ്റ്സ് ഓഫ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. പ്രസിഡൻഷ്യൽ സിസ്റ്റം, US-ലെ സിസ്റ്റം എന്താണെന്ന് നോക്കിയാൽ മതി. ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു. എന്താ ഇന്റഗ്രേറ്റഡ് ഇലക്ഷൻ മെഷീനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് ഇലക്ഷൻ മിഷനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ നടക്കുമല്ലോ, ലോക്സഭ രാജ്യസഭ ഇലക്ഷനിൽ നടത്തുന്ന ആരാണ്? സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ അല്ലേ? ഓക്കെ, അതാണ് ഐഡിയ. ഓക്കെ, പിന്നെ സ്റ്റേറ്റിന് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. പക്ഷെ അത് നടത്തുന്ന ഏതാണ്? അത് ആക്ച്വലി നടത്തുന്നത് ലോക്കൽ ഇലക്ഷൻ മാത്രമാണ് നടത്തുന്നത്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർ ആണ് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ നടത്തുന്നത്. സ്റ്റേറ്റിന്റെ ഇലക്ഷൻ നടത്തുന്നത് സെൻട്രൽ ആണ്. പക്ഷെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നടത്തുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ്. അതാണ് ഐഡിയ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ്സ് ആണ് സ്റ്റേബിൾ ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെഫിനിറ്റ്നെസ് ഇൻ പോളിസീസ്, അതും ശരിയാണ്. തേർഡ് വൺ, ഗവൺമെന്റ് ബൈ എക്സ്പേർട്ട്, അതും ശരിയാണ്. ഓക്കെ, എലോൺ മസ്ക് ഒക്കെ ഈ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ എലോൺ മസ്ക് ഇതിന്റെ മിനിസ്റ്റർ ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുള്ളിക്കാരന് എന്താണോ, ആരൊക്കെയാണ് മിനിസ്റ്റേഴ്സ് വേണ്ടത് അവരൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് ഐഡിയ. ഫോർത്ത് വൺ, വൈഡ് റെപ്രസെന്റേഷൻ ഉണ്ടോ? പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വൈഡ് റെപ്രസെന്റേഷൻ ഇല്ല കേട്ടോ. വൈഡ് റെപ്രസെന്റേഷൻ ഇല്ല. ഇത് ആക്ച്വലി പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഗുണമാണ്. വൈഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി നാരോ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. ബേസ്ഡ് ഓൺ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് അതും ശരിയാണ്. ബേസ്ഡ് ഓൺ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, നമുക്ക് സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടോ? നമുക്കില്ല കേട്ടോ. സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമുക്കില്ല, പക്ഷെ അവർക്കുണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 4. ആൻസർ ഓപ്ഷൻ സി, ഓൺലി 4. നെക്സ്റ്റ് വൺ 31 ആണ്. 31st one, the Parliamentary Committee on Public Accounts consists of 15 members of Lok Sabha and 7 members from Rajya Sabha. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 19
21 ആക്ച്വലി ഇത് വന്നത്. PAC എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ഇത് മെൻഷൻ ഉണ്ട്. പാർലമെന്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് കേട്ടോ, ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? വളരെ കറക്റ്റ് ആണ്. PAC സ്ക്രൂട്ടനൈസ് ആൻഡ് അപ്രോപ്രിയേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് എക്സാമിൻസ് റിപ്പോർട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ PACന്റെ. തേർഡ് വൺ, ദ സ്പീക്കർ ഓഫ് ലോക്സഭ അപ്പോയിന്റ്സ് ദ PAC ചെയർപേഴ്സൺ. അതും എന്താണ്? അതും കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ PACന്റെ ചെയർപേഴ്സൺ ആരാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ്? നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇല്ല സർ, അറിയാം. ഓക്കെ. KC വേണുഗോപാലാണേ. കേട്ടിട്ടില്ലേ? നമ്മുടെ KC വേണുഗോപാലാണ്. ഓക്കെ, ഓർമ്മിച്ച് നോക്കുക. 1976 ശേഷം ചെയർപേഴ്സൺ ഹാസ് ഓൾവേസ് ബീൻ എ മെമ്പർ ഓഫ് ഓപ്പോസിഷൻ. അത് വളരെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എവിടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മുടെ ഒരു കൺവെൻഷൻ ആയിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, 1967 ശേഷം ചെയർപേഴ്സൺ ഹാസ് ഓൾവേസ് ബീൻ എ മെമ്പർ ഓഫ് ദ ഓപ്പോസിഷൻ ആണ്. ഓക്കെ, സോ ആൻസർ എന്താണ്? ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ്. ഓൾ ഓഫ് ദി എബോ ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് റൂൾ നമ്പർ 308 റൂൾസ് ആൻഡ് പ്രൊസീജിയർ ലോക്സഭ എന്നൊക്കെ പറയാം. പറഞ്ഞു, കേൾക്കുന്നു. PAC election via അല്ലേ ചെയ്യുന്നേ? വിത്തിൻ ദ മെമ്പേഴ്സ് ആണോ? വിത്തിൻ ദ മെമ്പേഴ്സ് ആണെങ്കിലും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? സ്പീക്കർ ആണ് PAC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലേ? അതാണ്. ഓക്കെ, 32nd ക്വസ്റ്റ്യൻ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സെൻട്രൽ ഷാൾ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. കറക്റ്റ് ആണോ? ശരിയാണ്, കറക്റ്റ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ദ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതും ശരിയല്ലേ? അതും ശരിയാണ്, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് വൺ നോക്ക്. ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മസ്റ്റ് നോട്ട് എക്സീഡ് 15% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റ് അല്ല, ആക്ച്വലി എന്താണ്? ലോക്സഭ തന്നെയാണ്. ഏതാണ് അമെന്റ്മെന്റ്? ഏതാണ് അമെന്റ്മെന്റ്? Total number of ministers in the council of ministers must not exceed 15% of the total number of members of the Lok Sabha. ഏതാണ് അമെന്റ്മെന്റ്? 93rd Constitution. 93rd, yes, 93rd Constitution Amendment Act പ്രകാരമാണ് ആക്ച്വലി ഇത് വന്നത് കേട്ടോ. സോ ആൻസർ എന്താണ് വരിക? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോ ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. നിങ്ങൾ കീയില് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അത് മാറ്റിത്തരാം കേട്ടോ, മാറ്റിത്തരാം. ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 33rd ക്വസ്റ്റ്യൻ. ദ ചെയർമാൻ ഓഫ് ലോക്സഭ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആർ മെമ്പേഴ്സ് ഓഫ് റെസ്പെക്റ്റീവ് ഹൗസസ്. ആണോ? അതെ, ആണ്. ചെയർമാൻ ഓഫ് രാജ്യസഭ എന്തല്ല? മെമ്പർ ഓഫ് രാജ്യസഭയല്ല. ചെയർമാൻ ഓഫ് രാജ്യസഭ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ചെയർമാൻ ഓഫ് രാജ്യസഭ വൈസ് പ്രസിഡന്റ് ആണ്. പക്ഷെ ഡെപ്യൂട്ടി ചെയർമാനും ചെയർമാൻ ഓഫ് ലോക്സഭ എന്താണ്? റെസ്പെക്റ്റീവ് ഹൗസസിന്റെ മെമ്പേഴ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. While the nominated members of the two houses of parliament have no voting rights in presidential election, they have the right to vote on election of the vice president. Vice president electionും presidential electionും നോക്കി വെക്കുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? 34th question. The power to increase the number of judges in the high court is vested in the president of India ആണ്. ഹൈക്കോർട്ട് ആവുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓർമ്മിച്ച് വെക്കുക, ഹൈക്കോർട്ട് ആവുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. സുപ്രീം കോർട്ട് ആവുമ്പോൾ ആരാണ്? സുപ്രീം കോർട്ട് ആവുമ്പോൾ പാർലമെന്റ് ആണ്. ഹൈക്കോർട്ട് ആവുമ്പോൾ പ്രസിഡന്റ് ആണ്. സുപ്രീം കോർട്ട് ആവുന്ന സമയത്ത് പാർലമെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 35th ക്വസ്റ്റ്യൻ നോ കോൺഫിഡൻസ് മോഷനെ കുറിച്ചാണ്. നോ കോൺഫിഡൻസ് മോഷൻ. നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യൻ ചോദിച്ച പാർട്ടുകൾ നോക്കി വെക്കുക കേട്ടോ. ടോപ്പിക്കുകൾ നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. There is no mention of no confidence motion in Constitution of India. അതെന്താണ്? അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മെൻഷൻ ഉണ്ടോ? നോ കോൺഫിഡൻസ് മോഷൻ മെൻഷൻ ഇല്ല. ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. എന്താണ്? കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു പാർലമെന്റ്, ആ ലോക്സഭ, ആ സാധനമാണ് പറഞ്ഞിരിക്കുന്നത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് in any of the houses of parliament. In any of the houses of parliament ആണോ? അല്ല കേട്ടോ, ലോക്സഭയിൽ മാത്രമാണ്. ലോക്സഭയിൽ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. when a bill is referred to joint sitting of parliament. കണ്ടോ, ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108 ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഈ പോർഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്?
it has to be passed by a simple majority of members present and voting. Simple majority മാത്രം മതി. Simple majority, 3/4 majority, 2/3 majority, absolute majority ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ. Simple majority of the members present and voting മാത്രം മതി. 37th question, with reference to union government, consider the following statement ആണ് question ചോദിച്ചിരിക്കുന്നത്. The Department of Economic Affairs is responsible for the preparation of union budget that is presented to the parliament. First statement എന്താണ്? First statement absolutely ശരിയാണ്. Economic Affairs is responsible for preparation of union budget that is prepared to the parliament. Second statement, no amount can be withdrawn from the consolidated fund of India without the authorization from the Parliament of India. അതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് മണി ബില്ല് അല്ലെ. തേർഡ് വൺ, all the disbursement made from the public account need not authorization from the Parliament of India. അല്ലെ, പബ്ലിക് അക്കൗണ്ടിലെ എല്ലാ ഡിസ്ബേഴ്സ്മെന്റിനും അതറൈസേഷൻ വേണോ പാർലമെന്റിന്റെ? വേണ്ട കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിഷൻസ്, സേവിങ്സ്, ഈ കാര്യങ്ങളൊക്കെ വരുന്ന ഏതിലാണ്? പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിലാണ് വരുന്നത് അല്ലെ, പബ്ലിക് അക്കൗണ്ട്സിലാണ് വരുന്നത്. സോ അതിന് തന്നെ ഇടക്കിടക്ക് പാർലമെന്റിന്റെ അപ്രൂവൽ അതറൈസേഷൻ ആവശ്യമില്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 37th ആൻസർ ഓപ്ഷൻ ഡി, 1, 2 and 3. 38th question, legislative councilനെ കുറിച്ചാണ്. The legislative council of a state in India cannot be larger in size than 1/3 of the legislative assembly of that particular state. അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മിനിമം മെമ്പേഴ്സ് എത്രയാണ്? 40 ആണ് മിനിമം. മാക്സിമം എത്രയാണ്? മാക്സിമം 1/3 of the legislative assembly. 1/3 of the legislative assembly ആണ് മാക്സിമം. മിനിമം എന്ന് പറയുന്നത് 40 ആണ്. Next one, chairman of legislative council is elected by members of the legislative assembly and legislative council. ആണോ? legislative അസംബ്ലിക്ക് എന്തെങ്കിലും പാർട്ട് ഉണ്ടോ അതിനകത്ത്? ഒരു പങ്കും ഇല്ല. സോ ആൻസർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ദ ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എലക്ട് ചെയ്യപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ മെമ്പേഴ്സിലെ കൂടെ അല്ല, ലെജിസ്ലേറ്റീവ് കൗൺസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 38 ആൻസർ ഓപ്ഷൻ എ. 39th question, the fundamental object of Panchayati Raj system is to ensure which among the following ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെന്റ്. അതെന്താണ്? റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി കൂടുവോ? പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റ് അല്ല കേട്ടോ. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി അതിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് അല്ല. നിങ്ങൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ചാപ്റ്ററിൽ അതിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്താണ്? ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ആണ്. ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ എന്തല്ല? ഇതും ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് അല്ല. സോ ആൻസർ വരുന്നത് 1 and 3 ഓൺലി ആണ്. ഓപ്ഷൻ സി ആണ്. 1 and 3 ഓൺലി. 40, question number 40, the Parliament of India acquires the power to legislate on any item in the state list in the national interest if a resolutions to that effect is passed by സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 249 കുറിച്ചാണ്. 249 എന്താണ്? രാജ്യസഭ ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. എത്ര ആൾക്കാരാണോ പ്രസന്റ് ആയിട്ടുള്ളത് അവരുടെ 2/3 മെജോറിറ്റിയിൽ പാസ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 249 ആണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 41, consider the following statement. Choose the one that brings out the principle underlying the cabinet form of government. Cabinet form of government പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. A mechanism of parliamentary democracy for ensuring collective responsibility of the government to the people. Collective responsibility of the government to the people എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഉള്ളത്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് NCERT ഉണ്ട്. നിങ്ങൾ ലക്ഷ്മികാന്തിലേക്ക് മാത്രം ചുരുങ്ങരുത്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു NCERT ഉണ്ട്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് NCERT ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന്റെ ഫിലോസഫീസ് ഫുള്ളും പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാ സാധനങ്ങളും, സ്റ്റേറ്റ് എന്താണ്, ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്താണ്, ഡെമോക്രസി എന്താണ്, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സെക്യുലറിസം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്റഗ്രിറ്റി, റിപ്പബ്ലിക്, ഓക്കെ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, യൂണിറ്ററി ടെൻഡൻസീസ്, ഫെഡറൽ സ്ട്രക്ചർ, പ്രസിഡൻഷ്യൽ ഫോം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കോ. NCERTന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് 11th ക്ലാസ് ടെക്സ്റ്റ് ബുക്കാണ്. നെക്സ്റ്റ്, ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡെസിസസ് ഇംപ്ലൈസ് ദാറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ വിടുക. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. സ്റ്റെയർ ഡെസിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെസിസസ് എന്ന് നോക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട എന്തോ സാധനമാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ. എന്തോ ഒരു ഡിസിഷൻ എടുക്കേണ്ട എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. നോക്കിക്കോ,
the power of judiciary to review its own judgment given earlier in a similar or different case ആണ് ആക്ച്വലി എന്ത് സ്റ്റെയർ ഡിസിസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസിസ് കൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത് ഇതാണ്. സോ ഇതുപോലെ കുറെ ടേംസുകൾ ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ ഉണ്ട്. എന്താ അത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കളറബിൾ ലെജിസ്ലേഷൻ നിങ്ങൾ ചുമ്മാ നോട്ട് ചെയ്തെടുത്തോ. ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ കളറബിൾ ലെജിസ്ലേഷൻ എന്താണത്? പറഞ്ഞോ. LGBTQ ആയിട്ട് ബന്ധപ്പെട്ടെന്ന്? അല്ലല്ല. ഇത് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു ലോ എനാക്ട് ചെയ്തു. അപ്പൊ അത് നിങ്ങളുടെ അധികാര പരിധിയിൽ ഉള്ളിലുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ അതായത് ലെജിസ്ലേച്ചർ ഒരു ബോഡി പാസ് ചെയ്ത ലോ അത് അവരുടെ അധികാര പരിധിയുടെ ഉള്ളിലുള്ളതാണോ അല്ലെങ്കിൽ വിത്ത് ദ ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസി ഓഫ് ദാറ്റ് ബോഡി അത് ചെക്ക് ചെയ്യുന്നതാണ് ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ. ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ഉണ്ട്. എന്താണത്? ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ അത് നോക്കി വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ പാസ് ചെയ്തു, ഒരു ഫുൾ ലോ പാസ് ചെയ്തു, അതിനകത്ത് ചില പോർഷൻസ് മാത്രം കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാധനമാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ പോർഷൻസ് മാത്രം ഒഴിവാക്കി കളയും, ബാക്കി ലോ ഫുള്ളും അതുപോലെ നിലനിൽക്കും. ഓക്കെ, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അടുത്തത് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ട്. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്, ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് അതെന്താണ്? സെൻട്രൽ സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽ എൻക്രോച്ച് ചെയ്യരുത്, സ്റ്റേറ്റ് എന്ത് ചെയ്യരുത്? സെൻട്രലിന്റെ അധികാര പരിധിയിൽ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ എൻക്രോച്ച്മെന്റ് ഒന്നും പാടില്ല എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് എന്ത്? പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് കേട്ടോ. തൂക്കി നോക്കുക എന്നൊക്കെ പറയും. ഓക്കെ, ഇങ്ങനത്തെ 2-3 ഡോക്ട്രിൻസ് ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ട്. എന്താണത്? അൾട്രാ വയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഐഡിയ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അൾട്രാ വയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ പോളിറ്റി ലക്ഷ്മികാന്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പാർട്ടില്. എനിവൺ ആരെങ്കിലും മൈക്കോണാക്കി പറഞ്ഞു. അൾട്രാ വയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ് കറക്റ്റ്. അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡിന് പറയുന്നതാണ് അൾട്രാ വയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ആൻസറിൽ മെയിൻസിന്റെ ആൻസേഴ്സിലൊക്കെ വെറുതെ അൺകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം അൾട്രാ വയേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ആ ഒരു സാധനം നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് അത്രയും വൊക്കാബുലറി ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ വേർഡ്സ് പഠിച്ചു വെക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അതൊരു ബൗൺസർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശരിയാക്കിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളെ മാർക്കിനെ അധികം ബാധിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, 43rd ക്വസ്റ്റ്യൻ. 43rd, there is no provisions for fixed tenure of chief secretary in a state. അതെന്താണ്? അത് കറക്റ്റ് ആണ് കേട്ടോ. അത് കറക്റ്റ് ആണ്. നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഇങ്ങനെ ചീഫ് സെക്രട്ടറി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഡെപ്യൂട്ടി CM. ഇപ്പൊ ഉദയനിധി സ്റ്റാലിൻ ഡെപ്യൂട്ടി CM ആയിട്ടുണ്ട് തമിഴ്നാട്ടിലെ. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്ക്. ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ഫിക്സഡ് ടെന്യൂർ ഓഫ് ചീഫ് സെക്രട്ടറി ഇൻ എ സ്റ്റേറ്റ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു അപ്രൂവ് എക്സ്റ്റൻഷൻ ഓഫ് സർവീസസ് ഓഫ് ചീഫ് സെക്രട്ടറി ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിംഗ് 6 months. അതും എന്താണ്? അതും കറക്റ്റ് ആണ്. 6 മാസം ഒക്കെ നീട്ടാനുള്ള അധികാരം ഉണ്ട്. തേർഡ് വൺ നോക്ക്. അപ്പോയിന്റഡ് ഫോർ എ ഫിക്സഡ് 2-year term, ക്യാബിനറ്റ് സെക്രട്ടറി ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു ദ പ്രൈം മിനിസ്റ്റർ. നോക്കിക്കോ, ചീഫ് സെക്രട്ടറി എന്താണ്? സ്റ്റേറ്റിലാണ്. ചീഫ് സെക്രട്ടറി സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റിന് എന്തില്ല? ഫിക്സഡ് ടെന്യൂർ ഇല്ല. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി എവിടെയാണ്? സെൻട്രലാണ്. സെൻട്രലിന് എന്തുണ്ട്? 2-year ഫിക്സഡ് ടെന്യൂർ ഉണ്ട്. ഫിക്സഡ് 2-year term ഉണ്ട് കേട്ടോ. ഫിക്സഡ് 2-year term ഉണ്ട്. സോ ഈ ആൻസേഴ്സ് എല്ലാം എന്താണ്? ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്. 43C അല്ലേ? യെസ്, C ആണ്. ഓക്കെ, 44th one. The writ jurisdiction of Supreme Court and High Court in India is same. ആണോ? ഇത് ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ്. സെയിം അല്ല. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് എപ്പോഴും വലുതാണ്. ഹൈക്കോർട്ട് വലുതാണ്, ഗ്രേറ്റർ ദാൻ സുപ്രീം കോർട്ട് ആണ്. ഹൈക്കോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ സുപ്രീം കോർട്ട് ആണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവുമ്പോൾ തന്നെ ആൻസർ ഓപ്ഷൻ ഡി വന്നു. നോക്കിക്കോ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നോക്കിക്കോ. ബോത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിറ്റ്സ് ഓഫ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയറി ആൻഡ് QR ഉണ്ടോ? ഇതൊക്കെ ശരിയാണ്. റിട്ട് ഇഷ്യൂ ചെയ്യുന്നതിലെല്ലാം ജൂറിസ്ഡിക്ഷന്റെ പ്രശ്നം വരുന്നത്. സോ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സുപ്രീം കോർട്ടിന് റിട്ട് ജൂറിസ്ഡിക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഹൈക്കോർട്ടിനാണെങ്കിലോ ചുമ്മാ അല്ല,
ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴികെ ബാക്കി സംഭവങ്ങൾ ഇത് പോയി കഴിഞ്ഞാലും റിട്ട് ജുറിസ്ഡിക്ഷന് അധികാര പരിധി ഉണ്ട് കേട്ടോ ഹൈക്കോർട്ടിന്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 45th one, how many of the following expenditure are charged upon the consolidated fund of India എന്നാണ് ക്വസ്റ്റ്യൻ. സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് വൈസ് പ്രസിഡന്റ്, അതെന്താണ്? ഒബ്വിയസ്ലി എന്തായിരിക്കും? അത് ശരിയായിരിക്കും. സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് വൈസ് പ്രസിഡന്റ്. സെക്കൻഡ് വൺ, എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു റൈസിംഗ് ഓഫ് ലോൺസ് ആൻഡ് സർവീസസ് റിഡംഷൻ ഓഫ് ഡെപ്റ്റ്, അതും എന്താണ്? അതും ശരിയാണ്. പെൻഷൻസ് ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, അതെന്താണ്? അതും ശരിയാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് പെൻഷൻ ഓഫ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് പോകുന്നത്. സാലറി എവിടുന്നാ പോകുന്നത്? എനിവൺ? സാലറി ഓഫ് ദ സുപ്രീം കോർട്ട്, സോറി, സാലറി ഓഫ് ജഡ്ജസ് ഓഫ്, യെസ്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് എന്നാണ് ജഡ്ജസിന്റെ സാലറി പോകുന്നത് കേട്ടോ. ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ടിന്റെ സാലറി പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് എന്നാണ്. പെൻഷൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ആ ഡിഫറൻസ് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അതും ശരിയാണ്. ഫോർത്ത് വൺ നോക്ക്, എനി സം റിക്വയർഡ് ടു സാറ്റിസ്ഫൈ ദി അവാർഡ് ഓഫ് ആർബിട്രേഷൻ കൗൺസിൽ, അതും എന്താണ്? അതും ശരിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഓഫ് ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG ആർട്ടിക്കിൾ എന്താണ്? 148 to 151 ആണ്. ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. 148 to 151 ആണ്. ഇത് മാത്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലല്ല. ഫിഫ്ത്ത് വൺ, CAGന്റെ എക്സ്പെൻഡിച്ചർ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ എന്താണ്? ചാർജ്ഡ് അപ്പോൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അല്ല. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. Next one, 46th question. No civil proceeding shall be instituted against governor of a state in any court during his term of office. ആണോ? നോ സിവിൽ ആണോ? നോ സിവിൽ അല്ല, നോ ക്രിമിനൽ ആണ് കറക്റ്റ്. നോ ക്രിമിനൽ ആണ് കറക്റ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നോ ക്രിമിനൽ പ്രൊസീഡിങ്സ് പറയുന്നത് ആർട്ടിക്കിൾ 361 ആർട്ടിക്കിൾ 361 നോ ക്രിമിനൽ പ്രൊസീഡിങ്സ് പറയുന്നത്. ആർട്ടിക്കിൾ 361 ചുമ്മാ നോട്ട് ചെയ്തെടുത്തോ, ഇതൊക്കെ ആവശ്യം വരും കേട്ടോ. ആർട്ടിക്കിൾ 361 ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആണ്. ചുമ്മാ ഇത് റിവൈസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ മാർക്ക് നോക്കുക. അതിനുപരി നിങ്ങൾ ഇങ്ങനത്തെ ടെസ്റ്റ് സീരീസുകൾ ആക്ച്വലി നിങ്ങളുടെ നോളജ് ബേസ് ഇൻക്രീസ് ചെയ്യാനോ ഒരു റിവിഷൻ ആയിട്ടൊക്കെ കൂട്ടുക കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നോ സിവിൽ അല്ല, നോ ക്രിമിനൽ പ്രൊസീഡിംഗ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എമോൾമെന്റ് ആൻഡ് അലവൻസസ് ഓഫ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ഡിമിനിഷ്ഡ് ഡ്യൂറിംഗ് ഹിസ് ടേം ഓഫ് ഓഫീസ്. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് ചെയ്യരുത്? എമോൾമെന്റും അലവൻസസും ഒന്നും ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം കുറയ്ക്കരുത്, അല്ലെ, ഡിമിനിഷ് ചെയ്യരുത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. 47th question. If the President of India exercises power provided under Article 368, എന്താണത്? പ്രസിഡന്റ്സ് റൂൾ ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി പറയും. സ്റ്റേറ്റ് എമർജൻസി അങ്ങനെയാണെങ്കിൽ റെസ്പെക്ട് ഓഫ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്, then എന്താ സംഭവിക്കുക? Then the powers of legislature of that state shall be exercisable by or under the authority of the parliament ആയി മാറും. The powers of the legislatures of that state shall be exercisable by or under the authority of the parliament. ഡയറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 356 അറിയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എമർജൻസി പ്രൊവിഷൻസ് കഴിഞ്ഞ ഇതിലെ ടോപ്പിക് ആണ്, കഴിഞ്ഞ എക്സാമിന്റെ ടോപ്പിക് ആയിരുന്നു എമർജൻസി പ്രൊവിഷൻസ്. 48th one, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? വിത്ത് റെഫറൻസ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ ഗവർണർ മേക്സ് എ കസ്റ്റമറി അഡ്രസ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇയർ. അതെന്താണ്? അത് ശരിയാണ്. ആർട്ടിക്കിൾ 176(1) പ്രകാരമാണ്. 176(1) പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആദ്യം തുടങ്ങുന്ന ആ ആനുവൽ ഇയർ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇയർ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അഡ്രസ് ചെയ്യും കേട്ടോ. സെക്കൻഡ് വൺ, വെൻ എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഡസ് നോട്ട് ഹാവ് എ റൂൾ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ മാറ്റർ ഇറ്റ് ഫോളോസ് ദ ലോക്സഭ റൂൾ ഓൺ ദാറ്റ് മാറ്റർ. അതും ശരിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് വെച്ചിട്ട് ഒരു റൂൾ ഇല്ലാന്ന് വിചാരിച്ചു, അപ്പൊ അവര് ആരുടെ ഫോളോ ചെയ്യും? ലോക്സഭേന്റെ റൂൾ ഫോളോ ചെയ്യും കേട്ടോ. ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സോറി, നോട്ട് കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 49th question. Which one of the following statement is or are correct എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ. ഇഫ് ദ പ്രസിഡന്റ് ഹാസ് നോട്ടിഫൈഡ് എ ജോയിന്റ് സിറ്റിംഗ് ദ ബിൽ ഡസ് നോട്ട് ലാപ്സ് ഓൺ ദ ഡെസൊല്യൂഷൻ ഓഫ് ലോക്സഭ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ജോയിന്റ് സിറ്റിംഗിന്റെ പ്രൊവിഷൻസ് നോക്കുക. ലാപ്സ് ആവുന്നത്, ബില്ല് ലാപ്സ് ആവുന്ന സാധനം നോട്ട് ചെയ്ത് നോക്കുക. ബില്ല് ലാപ്സ് ആവുന്നതും ജോയിന്റ് സിറ്റിംഗും
ജോയിന്റ് സിറ്റിംഗ് മൂന്നാമത്തെ തവണയാണ് പറയുന്നത്. എ ബിൽ പെൻഡിങ് ഇൻ ദ ലോക്സഭ ഡസ് നോട്ട് ലാപ്സ് ഓൺ ഇറ്റ്സ് പ്രൊറോഗേഷൻ. അതും എന്താണ്? അതും ശരിയാണ്. പ്രൊറോഗേഷൻ, ഡിസൊല്യൂഷൻ, അഡ്ജേൺമെന്റ്, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഡിസൊല്യൂഷൻ, പ്രൊറോഗേഷൻ, അഡ്ജേൺമെന്റ്. അഡ്ജേൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിയാണ്, സഭ പിരിയുന്നതിനാണ് അഡ്ജേൺമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൊറോഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സെഷൻ അവസാനിച്ചു, അതാണ് പ്രൊറോഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിന്റർ സെഷൻ അവസാനിച്ചു, അതൊക്കെയാണ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്ത് പോകുന്നതാണ്, അതായത് കാലാവധി തീർന്നു. മനസ്സിലായോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതാണ്, എന്നാലും ചുമ്മാ പറഞ്ഞതാണ്. എ ബെൽ പെൻഡിങ് ഇൻ ദ രാജ്യസഭ വിച്ച് ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ബൈ ലോക്സഭ ഷാൽ നോട്ട് ലാപ്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ. അതും ശരിയാണ്. ഫോർത്ത് വണ്ണും ശരിയാണ്. എ ബെൽ പെൻഡിങ് ഇൻ ദ ലോക്സഭ ആൻഡ് ദ ഹൗസ് ഇസ് അഡ്ജേൺഡ് ദെൻ ദ ബിൽ ഡസ് നോട്ട് ലാപ്സ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലാപ്സ് ചെയ്യുന്നത്, ബില്ല് ലാപ്സ് ചെയ്യുന്നത് നോക്കി വെക്കുക കേട്ടോ, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് 50, ക്വസ്റ്റ്യൻ നമ്പർ 50. The president shall make rules for more convenient transaction of the business of the government of India and for allocation among ministers of the said business. വളരെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 77 ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ആർട്ടിക്കിൾ 77 കേട്ടോ. പ്രസിഡന്റിന്റെ പവേഴ്സ്, ഫങ്ഷൻസ് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 77(3) ആണ്. ക്ലോസ് 3 പ്രകാരം the president shall make rules for more convenient transaction of the business of the government of India and for the allocation among ministers of the said business എന്ന് പറഞ്ഞിട്ടുണ്ട്. So second statement, all executive actions of the government of India shall be expressed to be taken in the name of president ആണ്. അതും കറക്റ്റ് ആൻസർ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ 50 ക്വസ്റ്റ്യൻ ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് മൈക്ക് ഓൺ ആക്കി ഒന്ന് പറയണേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ഓക്കെ. സോ നെക്സ്റ്റ് വൺ നോക്കാം. ഓഫീസ് ഓഫ് പ്രോഫിറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ടേം നോട്ട് ചെയ്ത് വെക്കുക, ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, നിങ്ങൾ ഒരു നോട്ടിൽ ചുമ്മാ ഇങ്ങനെ എഴുതണം ഏതൊക്കെ ടോപ്പിക് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്, എന്നിട്ട് അതൊന്ന് റിവൈസ് ചെയ്യാം അടുത്ത എക്സാമിന് പോകുന്നതിനേക്കാളും മുന്നേ കേട്ടോ. ഓക്കെ, നോക്കുക നിങ്ങൾ. പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്ട് 1959 exempt several post from disqualification on grounds of office of profit. നമുക്കിത് അറിയില്ല, ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ആക്ട് പോലും നമുക്ക് അറിയില്ല. നിങ്ങൾ നോക്ക്, എന്തായാലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് കുറച്ച് പോസ്റ്റുകൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു ആക്ട്, അവിടെ ഒരു ആക്ട് പറഞ്ഞു, ആ ആക്ടിൽ തന്നെ ബ്രാക്കറ്റ് ഒക്കെ കണ്ടോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എവിടെന്നോ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ ഇങ്ങനെയും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ എവിടെന്നോ കോപ്പി പേസ്റ്റ് ചെയ്തതാണത്. സോ അത് എന്തായിരിക്കും, അത് ആരും ഉപദ്രവിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്തായാലും ശരിയാണ്. അതെന്തായാലും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ഇടാൻ നോക്ക്. നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതും എന്താണ്? അതും ശരിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയർ ആക്ട് ഒന്ന് വായിക്കുക. ബെയർ ആക്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ഒരു ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ ആർട്ടിക്കിൾസ് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 51 ആൻസർ ഓപ്ഷൻ സി ആണ്. 52nd question. It is mandatory to have a 0 hour. 0 hourനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 0 hourനെ കുറിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇറ്റ് ഈസ് മാൻഡറ്ററി ടു ഹാവ് എ 0 hour ഇൻ എവറി സെഷൻ ഓഫ് ഹൗസ് ടു ഡിസ്കസ് റീസെന്റ് ഇഷ്യൂസ്. ആണോ? മാൻഡറ്ററി ഒന്നല്ല കേട്ടോ, മാൻഡറ്ററി ഒന്നല്ല. ഇത് ഒരു ഇന്ത്യൻ ഇന്നോവേഷൻ ആണ് 0 hour എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ ഇന്നോവേഷൻ ആണ്. നോക്കിക്കോ, ഇറ്റ് ഈസ് മെൻഷൻ ഇൻ റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് ദ ഹൗസ് ഓഫ് പാർലമെന്റ്. ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. തേർഡ് വൺ, ദ മാറ്റേഴ്സ് റൈസ്ഡ് വിത്തൗട്ട് എനി പ്രയർ നോട്ടീസ് ഡ്യൂറിംഗ് ദിസ് അവർ. യെസ്, കറക്റ്റ് ആണ്. തേർഡ് വൺ എന്താണ്? തേർഡ് വൺ കറക്റ്റ് ആണ്. അത് തന്നെയാണ് 0 hour കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ ടൈം ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ ക്വസ്റ്റ്യൻ അവർ ഇൻ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ്. അതും ശരിയാണ്. ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞതിന് ശേഷമാണ് 0 hour വരുന്നത്. ഓക്കെ, പിന്നെ ഫിഫ്ത് വൺ, ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ ഇന്നോവേഷൻ ഇൻ പാർലമെന്ററി പ്രൊസീജിയർ സിൻസ് 1962. അതെന്താണ്? അതും ശരിയാണ്. 3ഉം 4ഉം 5ഉം ശരിയാണ്. സോ ഓൺലി 3 ആണ് കറക്റ്റ് ആൻസർ. ആൻസർ 52nd ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി. യെസ്. 53rd question. The legislative appropriation is required for payment from public accounts of India. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വേണോ പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ? ഈ പ്രൊവിഡന്റ് ഫണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടക്കിടക്കെ പോയിട്ട് ഇപ്പൊ വിഡ്രോ ചെയ്യുമ്പോൾ പാർലമെന്ററി അപ്രൂവൽ വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ അത് ബ്ലണ്ടർ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓൾ പബ്ലിക് മണി അതർ ദാൻ ദോസ് ക്രെഡിറ്റഡ് ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ വിച്ച് ആർ റിസീവ്ഡ് ബൈ ഗവൺമെന്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. മനസ്സിലായല്ലോ? പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ആവാത്ത ബാക്കി എമൗണ്ട് ഫുള്ളും ഗവൺമെന്റിന് വരുന്ന എമൗണ്ട് ഫുള്ളും വരുന്നത് എവിടെയാണ്? പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് റിഗാർഡിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി.
54th യെസ് എക്കണോമിക് കട്ട് മോഷൻ, പോളിസി കട്ട് മോഷൻ, ടോക്കൺ കട്ട് മോഷൻ. ആക്ച്വലി ഇത് നിങ്ങൾ പഠിച്ചെന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തതാണ്. സോ എല്ലാ പേയേഴ്സും എന്താണ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. എക്കണോമിക് കട്ട് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ദി എമൗണ്ട് ഓഫ് ദി ഡിമാൻഡ് ബി റെഡ്യൂസ്ഡ് ബൈ എ സ്പെസിഫൈഡ് എമൗണ്ട്. അതായത് ഡിസ്കഷൻ വരികയാണ് പാർലമെന്റിൽ. അപ്പൊ എന്താണ് ഇത്രയും തുക ഇതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ മൂവ് ചെയ്യുന്നതാണ് അതിനെ എക്കണോമിക് കട്ട് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോളിസി കട്ട് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കഴിയും, ആ പദ്ധതി തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കഴിയും. അതാണ് ആക്ച്വലി എന്ത് that the amount of the demand be reduced to 1 rupee ആണത്, 1 rupee. മറ്റേ ടോക്കൺ കട്ട് മോഷൻ എന്ന് പറയുന്നത് the amount of the demand be reduced by 100 rupees. ഇത് ആക്ച്വലി എല്ലാം കറക്റ്റ് ആണ്. സോ ആൻസർ ഓൾ 3 ആണ്. നിങ്ങൾ ഇങ്ങനത്തെ കട്ട് മോഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വണ് 55th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി എബോ സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ആണ്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ ഇവിടെ 35 ഇയേഴ്സ് കാണുന്നുണ്ടല്ലോ, സോറി 30 ഇയേഴ്സ്, 35 ഇയേഴ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആർട്ടിക്കിൾ 157 ഇത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 157 പറയുന്നുണ്ട് ഹി മസ്റ്റ് ബി അറ്റൈൻഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ് എന്ന് പറയുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ എയും ബിയും പോയി. ദെൻ നെക്സ്റ്റ് വൺ, the ground for his removal is laid down in the constitution. ആണോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല, ഇംപീച്ച്മെന്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ സിയും കൂടി പോയി കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡിയിലേക്ക് വരും. നോക്കിക്കോ, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ഹിം. കറക്റ്റ് ആണല്ലോ അല്ലെ? ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൽ ബി ഓക്കെ, നോട്ട് കറക്റ്റ് ആണ് അല്ലേ? നോട്ട് കറക്റ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിലും എന്താണ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ആൻസർ നേരെ തിരിച്ചു വരും അല്ലെ? ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ അപ്പൊ നോട്ട് കറക്റ്റ് ഇതായിരിക്കും. ഓക്കെ, നോട്ട് കറക്റ്റ് ഓപ്ഷൻ എ ആയിരിക്കും. ഓപ്ഷൻ എ തന്നെയല്ലേ കീല് ഓപ്ഷൻ എ? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്. യെസ്, നോക്കിക്കോ, ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ഹിം, അത് ശരിയാണ്. പിന്നെ ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ബൈ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ, അതും എന്താണ്? അതും ശരിയാണ്. സോ ആൻസർ 2 and 4 ഓൺലി ആണ്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 56th ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഹൗ മെനി ഓഫ് ദി എബോ ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ എന്ന് പറയുന്നുണ്ട്. നോക്കിക്കോ, ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഹിം ആഫ്റ്റർ ദി അഡ്വൈസ് ഓഫ് പ്രസിഡന്റ് ഓർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കറക്റ്റ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസിലാണ് ഇത് ഇറക്കാൻ പറ്റുക. പ്രസിഡന്റിന്റെ അഡ്വൈസിൽ എപ്പോഴാണ് ഇറക്കാൻ പറ്റുക? സ്റ്റേറ്റ് എമർജൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓർഡിനൻസ് ഇറക്കാം ഗവർണർക്ക്. ആരുടെ അഡ്വൈസിൽ? പ്രസിഡന്റിന്റെ. അതുകൊണ്ട് തന്നെ അത് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് വൺ നോക്ക്, ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഡ്യൂറിംഗ് ദ റിസസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് നോട്ട് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? അത് തെറ്റാണ്. ഓൺലി അല്ല, മറ്റേത് ഉണ്ടാവുന്ന സമയത്തും ഇറക്കാൻ വേണ്ടി പറ്റും കേട്ടോ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, അടുത്തത് വൺസ് ഇഷ്യൂഡ് ഓർഡിനൻസ് കനോട്ട് ബി വിഡ്രോൺ ഹിം എനി ടൈം അല്ല, കനോട്ട് ബി അല്ല, ഇവിടെ ക്യാൻ ആക്കി കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായി. നോക്കിക്കോ, വൺസ് ഇഷ്യൂഡ് ഓർഡിനൻസ് കനോട്ട് ബി വിഡ്രോൺ ബൈ ഹിം എന്ന് മാത്രം മതി, എനി ടൈം എന്ന് വേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഗ്രാമാറ്റിക് എറർ നോക്കിയാൽ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാവും. സോ ആൻസർ വരുന്നത് യെസ്, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. an ordinance issued by governor ceases to operate on the expiry of 6 weeks from the reassembly of state legislature. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. യെസ്, ഓൺലി 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓർഡിനൻസ് മേക്കിംഗ് പവർ നോക്കുന്ന സമയത്ത് DC വാദ്വ കേസ് നിങ്ങൾ നോക്കണം, നോട്ട് ചെയ്തെടുക്കുക. DC വാദ്വ കേസ്, ബീഹാറിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്, ഒരു ബില്ല് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും ആ അസംബ്ലിയിൽ പാസ്സാവില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനൻസ് ഇറക്കിക്കൊണ്ടേയിരിക്കും, നിരന്തരമായിട്ട് ഓർഡിനൻസ് ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്ത കേസാണ് ആക്ച്വലി DC വാദ്വ കേസ്. ബീഹാറിലെ ഒരു കേസായിരുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഓർഡിനൻസ് മേക്കിംഗ് പവർ, ഓർഡിനൻസിനെ കുറിച്ച് എവിടെയെങ്കിലും മെയിൻസ് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഈ കേസ് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ 57th ക്വസ്റ്റ്യൻ. യെസ്, റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ കേസ് ഓഫ് ബോത്ത് members and chairpersons for SC and ST in Panchayati at all 3 levels. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കമ്പൽസറി പ്രൊവിഷൻസ് ഓഫ് 73rd Amendment Act of Panchayati Raj ആണ്. ഫസ്റ്റ് വൺ, റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ കേസ് ഓഫ് ബോത്ത് members and chairperson for SC and ST. അത് കറക്റ്റ് ആണ്, കമ്പൽസറി ആണ്. ഇത് കമ്പൽസറി ആണ്. ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓപ്ഷണൽ ആണ്. Next one, granting financial powers to Panchayat, that is authorizing them to levy, collect and appropriate taxes, duties, tolls and fees. അതും ഓപ്ഷണൽ ആണ്. കാരണം ഇത് ഫിനാൻഷ്യൽ പവേഴ്സ് കൊടുക്കുകയാണ്. സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് എല്ലാം ആണല്ലോ ഇത്. ഈ ലെവിയും ടാക്സസും ഡ്യൂട്ടീസും ടോൾസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് അത് എവിടെ കൊടുക്കുകയാണ്?
പഞ്ചായത്ത് രാജിന് ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അത് എന്താണ് ഓപ്ഷണൽ ആണ്. ലാസ്റ്റ് വൺ, ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ഓഫ് ദ ചെയർപേഴ്സൺ ഓഫ് പഞ്ചായത്ത് അറ്റ് ദ ഇന്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. അത് എന്താണ്? അത് കമ്പൽസറി പ്രൊവിഷൻസ് ആണ്. കമ്പൽസറി പ്രൊവിഷൻസ് ആണ്. കമ്പൽസറി പ്രൊവിഷൻസ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 ആണ്. ഓൺലി 2 ആണ്. 58th question. 58th question. The estimate committee has no representation from upper house of parliament. The estimate committee has no representation from upper house of parliament എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്താണ്? രാജ്യസഭയാണ്. രാജ്യസഭയ്ക്ക് എന്തില്ല? എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ പവേഴ്സ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്? അത് ശരിയാണ്. ഇറ്റ് എക്സാമിൻ വെദർ ദ മണി ഈസ് വെൽ ലേഡ് ഔട്ട് വിത്ത് ദ ലിമിറ്റ്സ് ഓഫ് പോളിസി ഇംപ്ലിമെന്റ്. യെസ്, അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. തേർഡ് വൺ, സ്പീക്കർ അപ്പോയിന്റ്സ് ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഫ്രം അമോങ്സ് ദ മെമ്പേഴ്സ്. അതും ശരിയാണ്. സിമിലർ ടു കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, മിനിസ്റ്റർ കനോട്ട് ബി, യെസ് കറക്റ്റ്, മിനിസ്റ്റർ കനോട്ട് ബി ഇലക്ടഡ് ആസ് ദ മെമ്പർ ഓഫ് ദ എസ്റ്റിമേറ്റ് കമ്മിറ്റി. അതും എന്താണ്? അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും മിനിസ്റ്ററിനെ എലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത്? സോ ഒരു പോളിസിക്ക് വേണ്ട മണി എന്ത് ചെയ്യുന്നത്? അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ എസ്റ്റിമേറ്റ് കമ്മിറ്റി അതിൻ്റെ അകത്ത് തന്നെ ഒരു മിനിസ്റ്റർ പാർട്ടാവാന്ന് പറയുന്നത് എന്താണ്? അത് ആക്ച്വലി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിന്റെ പവേഴ്സിന്റെ അകത്ത് വരുന്ന പ്രശ്നമാണ്. സോ അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ടാവാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പബ്ലിക് അണ്ടർടേക്കിംഗിലും പാർട്ടാവാൻ പറ്റില്ല, അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലും പാർട്ടാവാൻ പറ്റില്ല. All the recommendation made by the committee are advisory in nature and stand non-binding for the parliament. അതെ, നോൺ ബൈൻഡിങ് തന്നെയാണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി. യെസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. 58. 59th question. 59th question. ഇത് ചുമ്മാ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ആക്ച്വലി വേണ്ടതെന്ന് കേട്ടോ. ഏതൊക്കെയാണ് ആക്ച്വലി വേണ്ടതെന്ന് ചുമ്മാ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കോ. കമ്മിറ്റി ഓൺ ഗവൺമെന്റ് അഷൂറൻസ്. ഗവൺമെന്റ് എന്തോ ഒന്ന് അഷൂർ കൊടുക്കുകയാണ്. അഷൂറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രോമിസ് ആണ് അല്ലെ? പ്രോമിസ് ആണ്. നോക്ക്, എക്സാമിൻ വെദർ ദ പ്രോമിസസ് മെയ്ഡ് ബൈ മിനിസ്റ്റേഴ്സ് ഓൺ ദ ഫ്ലോർ ഓഫ് ഹൗസ് ഹാസ് ബീൻ ഫുൾഫിൽഡ്. സോ 1ൻ്റെത് 1 ആണ്. ഇതാണ്. ഓക്കെ. സെക്കൻഡ് വൺ നോക്ക്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. പബ്ലിക് അണ്ടർടേക്കിംഗ് എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. Examine the reports and records of the public undertaking and finds out whether their affairs are being managed in accordance with the sound business principles and prudent commercial practices. അതെന്താണ്? ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 ആയി. തേർഡ് വൺ, കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. എന്തോ ഒരു ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതെന്താണ്? മേക്ക് റൂൾസ് ആൻഡ് ഡെലിഗേറ്റഡ് ബൈ പാർലമെന്റ്. ഓക്കെ, തേർഡ് ഇതാണ് വരുന്നത്. ഫോർത്ത് നോക്ക്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണ്. എക്സാമിൻ CAG റിപ്പോർട്ട്. കണ്ടോ, നമ്മൾ ഡയറക്റ്റ് ഒരിക്കൽ ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരിക്കും? കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നണ്ണാണ് ആൻസർ. നണ്ണാണ് ആൻസർ. ഇവിടെ ചുമ്മാ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് വൺ, 60. ക്വസ്റ്റ്യൻ നമ്പർ 60. സെൻഷർ മോഷനും നോ കോൺഫിഡൻസ് മോഷനും ആണ് പറഞ്ഞിരിക്കുന്നത്. നോ കോൺഫിഡൻസ് മോഷനും സെൻഷർ മോഷനും. ഓക്കെ, നിങ്ങൾ നോക്കുക. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെൻഷർ മോഷൻ ഷുഡ് സ്റ്റേറ്റ് ദ റീസൺസ് ഫോർ ഇറ്റ്സ് അഡോപ്ഷൻ. വേരിയസ് നോ കോൺഫിഡൻസ് മോഷൻ, യെസ്, നോ കോൺഫിഡൻസ് മോഷൻ എന്ത് ചെയ്യണ്ട? നീഡ് നോട്ട് സ്റ്റേറ്റ് ദ റീസൺസ് ഫോർ ഇറ്റ്സ് അഡോപ്ഷൻ ആണ്. അത് ശരിയാണ്. എ സെൻഷർ മോഷൻ ക്യാൻ ബി മൂവ്ഡ് ഇൻ ബോത്ത് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ. ആണോ? രാജ്യസഭയിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലോക്സഭയിലാണ് രണ്ടും പറ്റുള്ളൂ. ഓക്കെ, ലോക്സഭയിൽ മാത്രമേ ലോക്സഭയിൽ മാത്രമേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ്? അത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നോ കോൺഫിഡൻസ് ക്യാൻ ബി മൂവ്ഡ് ഓൺലി അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വേരിയസ് സെൻഷർ മോഷൻ ക്യാൻ ബി മൂവ്ഡ് അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓർ ഇൻഡിവിജ്വൽ മിനിസ്റ്റർ. യെസ്, അതും കറക്റ്റ് ആണ്. ദ ഗവൺമെന്റ് മസ്റ്റ് റിസൈൻ ഇഫ് എ നോ കോൺഫിഡൻസ് മോഷൻ ഈസ് പാസ്ഡ്. വേരിയസ് ദ ഗവൺമെന്റ് നീഡ് നോട്ട് റിസൈൻ ഇഫ് ദ സെൻഷർ മോഷൻ ഈസ് പാസ്ഡ്. എന്തുകൊണ്ടാ? ഇതൊരു മിനിസ്റ്റർക്ക് എതിരെ മാത്രമാണ്. ഒരു മിനിസ്റ്റർക്ക് എതിരെ മാത്രമാണ്. ഒരു ഇൻഡിവിജ്വൽ മിനിസ്റ്റർക്ക് എതിരെ ആവാം. അതുകൊണ്ടാണ്. സോ ആൻസർ ഓപ്ഷൻ which of the how many of the above are not correct? Yes, option A ആണ് correct answer. ഒന്ന് മാത്രമാണ് തെറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. സോ ഒന്ന് മാത്രമാണ് തെറ്റ്. ഓക്കെ. സോ 61st question. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Okay. 61st question. How many of the above categories bills require prior consent of the president before their introduction? അതിന്റെ അർത്ഥം എന്താണ്? മണി ബില്ലാണോ നോക്കിയാൽ മതി. മണി ബില്ല് പ്രിയോർ കൺസെന്റ് ആവശ്യമുണ്ട്. ഓർഡിനറി ബില്ലിന് ആവശ്യമുണ്ടോ? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന് ആവശ്യമുണ്ടോ? ഇല്ല. നോക്ക്, ബിൽ എഫക്റ്റിംഗ് ടാക്സസ് ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ആർ ഇൻട്രസ്റ്റഡ്. ഉറപ്പല്ലേ? എന്തായാലും ആവശ്യം വരും. ഓക്കെ, അടുത്തെന്താ? സ്റ്റേറ്റ് ബിൽസ് ഇമ്പോസ് റെസ്ട്രിക്ഷൻ ഓൺ ഫ്രീഡം ഓഫ് ട്രേഡ്. നോക്കിക്കോ, ഫ്രീഡം ഓഫ് ട്രേഡിന് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യാണ്. അതുകൊണ്ടാണ് എന്തായാലും ആവശ്യം വരും. ഓക്കെ, എന്തായാലും ആവശ്യം വരും. അടുത്തത് ബിൽസ് ഇൻവോൾവിംഗ് എക്സ്പെൻഡിച്ചർ ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതാണ് മണി ബില്ല്. ഓക്കെ, സോ എന്താണ്? മൂന്നും പ്രിയോർ
പ്രിയോർ കൺസെന്റ് ആവശ്യമുണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. നിങ്ങൾ നോക്കിക്കോ, ക്യാബിനറ്റ് കമ്മിറ്റീസ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ക്യാബിനറ്റ് കമ്മിറ്റീസ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ചുമ്മാ നോക്കുക അതാരാണ് ഹെഡ് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കിക്കോ, ഹോം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് പാർലമെന്ററി അഫയേഴ്സ് കമ്മിറ്റി മാത്രമാണ്. ഓപ്ഷൻ ബി ആണ്. പാർലമെന്ററി അഫയേഴ്സ് കമ്മിറ്റി മാത്രമാണ് ഹോം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്നത്. ബാക്കി 3 ഹെഡ് ചെയ്യുന്ന ആരാണ്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS ആണ്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി ഒക്കെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ ആണ് ഇതൊക്കെ ഹെഡ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയാണ്. അതാണ് ഏറ്റവും പവർഫുൾ കമ്മിറ്റി. ഏറ്റവും പവർഫുൾ കമ്മിറ്റി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതിനകത്തിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, ഇവരൊക്കെയാണ് വരുന്നത് കേട്ടോ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. 62 ആൻസർ ഓപ്ഷൻ ബി. 63 73rd അമെൻമെന്റ് ആക്ട് ഈസ് സിഗ്നിഫിക്കന്റ് ലാൻഡ്മാർക്ക് ഇൻ ദ എവല്യൂഷൻ ഓഫ് ഗ്രാസ് റൂട്ട് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. ഓഫ് കോഴ്സ് ഭയങ്കര ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അതെന്തായാലും ശരിയാണ്. സെക്കൻഡ് വൺ, ദി ആക്ട് ഹാസ് ബ്രോട്ട് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ purview ഓഫ് ജസ്റ്റിസൈബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും കറക്റ്റ് ആണ് അല്ലെ? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ purview ഓഫ് ജസ്റ്റിസൈബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. Both statement 1 and statement 2 are true, and the second statement is the correct explanation of the statement 1. അടുത്ത വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, all doubts and disputes of elections of the vice president are inquired and decided by Supreme Court whose decision is final. എന്താണ്? അത് ശരിയാണ്. വൈസ് പ്രസിഡന്റ് മാത്രമല്ല പ്രസിഡന്റിന്റെയും ഇത് തന്നെയാണ് കേട്ടോ. പ്രസിഡന്റിന്റെ ഇതും ഇത് തന്നെയാണ്. അടുത്തത്, electoral college consists of both elected and nominated members of parliament and does not include members of the state legislative assemblies. അത് ശരിയാണ്. electoral college of vice president നോക്കുക, പ്രസിഡന്റും നോക്കി വെക്കുക കേട്ടോ. തേർഡ് വൺ, the election of persons as vice president cannot be challenged on the ground that electoral college was incomplete. അതും ശരിയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ രാജ്യസഭ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മെമ്പേഴ്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ, രാജ്യസഭ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ അവിടെ മെമ്പേഴ്സ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഒരിക്കലും അത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ, ഇലക്ടറൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. യെസ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറിച്ചാണ്. ദി എക്സ്പ്രഷൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഹാസ് ബീൻ ഡിഫൈൻഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ബ്ലണ്ടർ ആണ്, എന്തായാലും തെറ്റാണ് അല്ലെ? എന്തായാലും തെറ്റാണ്. Second one, the Supreme Court and High Court derive their contempt of powers from Contempt of Court Act of 1971. ആണോ? അല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇറ്റ്സെൽഫ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സുപ്രീം കോടതിനെ ഹൈക്കോടതിനെയോ അവഹേളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡും തെറ്റാണ്. ഫെയർ ആൻഡ് റീസണബിൾ ക്രിറ്റിസിസം ഓഫ് ജുഡീഷ്യൽ acts and comments on administrative side of judiciary amount to contempt of court. ആണോ? ഫെയർ ആൻഡ് റീസണബിൾ ക്രിറ്റിസിസം ആണ്. അതെന്താണ്? അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് amount to contempt of court എന്ന് പറയുന്നത് എന്താണ്? അത് തെറ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നന്നാണ്, ഒന്നും കറക്റ്റ് അല്ല. 66th question, the chairman of legislative council is elected by the council itself from amongst its members. അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. amongst its members എന്നാണ് എലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, the maximum strength of council is fixed at 1/3 of total strength of the assembly. അതും എന്താണ്? കറക്റ്റ് ആണ്. നേരത്തെ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കുക, at present only 6 states of our country have a legislative council. ഓർമ്മിച്ച് വെക്കുക. എന്തായാലും ആരൊക്കെയാണ്? ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര. സൗത്ത് നിന്ന് ഇത്രയാണ്. പിന്നെ ബീഹാറും യു പി. ആലോചിച്ച് നോക്കുക, ബീഹാറും യു പിയും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഇത്രയാണ് ഉള്ളത് കേട്ടോ. മുമ്പ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ആന്ധ്രാപ്രദേശ് മാത്രമേ ഉണ്ടായുള്ളൂ. അതിന് മുമ്പ് ജമ്മു കാശ്മീർ ഉണ്ടായിരുന്നു. ഓക്കെ, ജമ്മു കാശ്മീർ ഇപ്പൊ ഇല്ല. ആന്ധ്രയും തെലങ്കാനയും 2 സ്റ്റേറ്റ് ആയാലും 2 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ട് മാറി. ഇതാണ് ഐഡിയ. സോ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് അല്ലെ? യെസ്, എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി. 67th question, the collegium system has evolved through law promulgated by parliament. ആണോ? അല്ല കേട്ടോ, ജഡ്ജ്മെന്റ്സ് പ്രകാരമാണ്. ഫസ്റ്റ് ജഡ്ജസ് കേസ്
സെക്കൻഡ് ജഡ്ജസ് കേസ്, തേർഡ് ജഡ്ജസ് കേസ്, ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുക, ഇതൊക്കെ പഠിച്ചു വെക്കുക. 1998 പിന്നെന്താണ് എൻജാക്ക്. എൻജാക്ക് 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ്. 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. സോ സെക്കൻഡ് വൺ എന്താ? ദ ഹൈക്കോർട്ട് കൊളീജിയം ഈസ് ലെഡ് ബൈ ഇൻകുംബന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് 4 other senior most judges of that court ആണ്. 4 ആണോ? ഹൈക്കോർട്ടിൽ 4 അല്ല, ഹൈക്കോർട്ടില് 2 ആണ്. ഹൈക്കോർട്ടിൽ 2 ആണ്. സുപ്രീം കോടതിയിലാണ് 4ഉം CJIയും വരുന്നത്. SCയില് സുപ്രീം കോടതിയില് 4 + CJI ആണ് വരുന്നത്. ഹൈക്കോർട്ടിലെ ഹൈക്കോർട്ടിലെ 2 + ചീഫ് ജസ്റ്റിസ് ആണ് വരുന്നത്. 2 + ചീഫ് ജസ്റ്റിസ് ആണ് ഹൈക്കോർട്ടിൽ വരുന്നത്. സോ ആൻസർ വരുന്നത് ബോത്ത് ആർ നോട്ട് കറക്റ്റ് ആണ്. ബോത്ത് ആർ നോട്ട് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതെ സാർ, ഓക്കെ ആണ്. ഓക്കെ സാർ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ബി ആണെന്ന് തോന്നുന്നത്. നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68th ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ബാലറ്റ് സിസ്റ്റം സാർ വോയിസ് ബ്രേക്ക് ആവുന്നു. ഒരു മിനിറ്റ് റെസ്യൂം ചെയ്യാം. ഇപ്പൊ റെസ്യൂം ചെയ്യാം. ഒരു മിനിറ്റ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മിനിറ്റ്.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? Anyone? ആ, ശരി. നോട്ട് ബാലറ്റ് ഓപ്ഷൻ ഈസ് നോട്ട് ദർ ഇൻ രാജ്യസഭ ഇലക്ഷൻ. അതും എന്താണ്? അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 69th ക്വസ്റ്റ്യൻ ആണ്. 69th ക്വസ്റ്റ്യൻ. സുപ്രീം കോർട്ട് ഒബ്സർവ്സ് എൻ ആനുവൽ സമ്മർ വെക്കേഷൻ ഓഫ് 7 weeks സ്റ്റാർട്ടിംഗ് ഫ്രം എൻഡ് ഓഫ് May ആൻഡ് റീഓപ്പണിംഗ് ഇൻ ജൂലൈ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ കോർട്ട് എപ്പോഴും ആക്ച്വലി 190 ഓൾമോസ്റ്റ് 200 ഡേയ്സ് ആണ് ഒരു ഇയറിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് 200 ഡേയ്സ് ആണ് ഒരു ഇയറിൽ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി 4 million കേസസ് പെൻഡിങ് ആണ്. ലോവർ ജുഡീഷ്യറിയിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ എന്നാലും 4 million കേസസ് പെൻഡിങ് ആണ്. 200 ഡേയ്സ് മാത്രമേ നമ്മുടെ ജുഡീഷ്യറി വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അടുത്തത് റിക്കേഴ്സൽ ഓഫ് ജഡ്ജസ് കംസ് ഫ്രം ദ പ്രിൻസിപ്പിൾ ദാറ്റ് നോബഡി ക്യാൻ ബി ജഡ്ജ് ഇൻ ഹെർ ഓൺ കേസ് ആൻഡ് ദർ ഇസ് നോ ഫോർമൽ റൂൾസ് ഗവേണിംഗ് റിക്കേഴ്സൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് ആക്ച്വലി? ഇത് ശരിയാണ്. എന്താണ്? നമുക്കൊരു താല്പര്യമുള്ള ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അതിൻ്റെ അകത്ത് നമ്മൾ ജഡ്ജായിട്ട് നിൽക്കരുത് കേട്ടോ. അതിന്റെ റീസൺ സ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ഒരു കേസ് നടത്താൻ വേണ്ടി പോവാണ്. അപ്പൊ പറയാണ് റിക്കേഴ്സൽ ഓഫ് ജഡ്ജസ് സ്വാഭാവികമായിട്ട് നമ്മൾ കോടതിയിൽ നടക്കുന്നതാണ്. അതിന്റെ റീസൺ സ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. യെസ്, 69th ആൻസർ ഓപ്ഷൻ സി. 70 ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ചാണ്. ദ പാർലമെന്റ് ക്യാൻ അബോളിഷ് എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ് പാസസ് എ റെസൊല്യൂഷൻ വിത്ത് എ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ എന്താണ്? അത് ശരിയാണ്. സോ ആർട്ടിക്കിൾ 169 പ്രകാരമാണ് ഇത് പറയുന്നത്. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് നോട്ട് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അത് ശരിയാണ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് വൺ, ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ ജോയിന്റ് സിറ്റിംഗ് ഇഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡിസഗ്രി ഓവർ എ പാസേജ് ഓഫ് ഓർഡിനറി ബില്ല്. എന്താണ്? അത് ശരിയാണ്. ജോയിന്റ് സിറ്റിംഗ് എവിടെ ഇല്ല? സ്റ്റേറ്റിൽ ജോയിന്റ് സിറ്റിംഗ് ഇല്ല കേട്ടോ. ജോയിന്റ് സിറ്റിംഗ് സ്റ്റേറ്റിൽ ഇല്ല. ആകെ 4 മാസം ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് 4 മാസത്തേക്ക് ഒരു ബില്ല് ഡിലേ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? അത് തീരുമാനം എടുക്കാതെ നമ്മുടെ കൗൺസിലിൽ തന്നെ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെന്താണ്? അമെന്റ്മെന്റ്സ് സബ്മിറ്റ് ചെയ്താലും അത് വിത്തൗട്ട് അമെന്റ്മെന്റ്സിൽ സ്റ്റേറ്റ് അസംബ്ലിക്ക് അത് പാസ് ചെയ്ത് എടുക്കാനും പറ്റും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് അത്ര വലിയ പവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് എ കണ്ടിന്യൂയിങ് ചേംബർ ദാറ്റ് ഈസ് ആൻഡ് ഈസ് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ. അത് കറക്റ്റ് ആണ് കേട്ടോ. രാജ്യസഭ പോലെ തന്നെയാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 71st ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ബി സീൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി. പാർട്ട് 9 ആണ്. പാർട്ട് 11. പാർട്ട് 9 എന്തായിരുന്നു? പാർട്ട് 9 എനിവൺ? പഞ്ചായത്ത്. പാർട്ട് 9 യെസ്, പഞ്ചായത്ത്. യെസ്. 72nd ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1, ദ ചീഫ് മിനിസ്റ്റേഴ്സ് ക്യാൻ ഡിസ്മിസ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് ഗവൺമെന്റ്. ആണോ? ചീഫ് മിനിസ്റ്റർ അല്ല ഡിസ്മിസ് ചെയ്യുന്നത്. ഗവർണർ വിത്ത് ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഡിസ്മിസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് ആൻഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതെന്താണ്? ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. 73rd ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഈസ് നോട്ട് bound to give reasons for his order and the petitioner has no right to an oral hearing by president. എന്തിനാ ചോദിക്കുന്നത്? പാർഡനിങ് പവറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓറൽ ഹിയറിംഗ് നോ റൈറ്റ് ആണ് കേട്ടോ. അത് ഇല്ല കേട്ടോ. ഓറൽ ഹിയറിംഗ് വേണമെന്ന് ആവശ്യമില്ല. ഓക്കെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ പ്രസിഡന്റ് ക്യാൻ പാർഡൺ സെന്റൻസസ് ഇൻഫ്ലിക്റ്റഡ് ബൈ കോർട്ട് മാർഷ്യൽ വൈൽ ഗവർണർ കനോട്ട്. കറക്റ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കോർട്ട് മാർഷ്യൽ മൂലം ഇത് ചെയ്ത കോർട്ട് മാർഷ്യൽ മൂലം ഉണ്ടാകുന്ന സെന്റൻസും കാര്യങ്ങളൊക്കെ പാഠം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത്. ഓക്കെ. തേർഡ് വൺ, ദ പാർഡനിങ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ക്യാൻ ബി സബ്ജക്ട് ടു ലിമിറ്റഡ് ജുഡീഷ്യൽ റിവ്യൂ. അത് കറക്റ്റ് ആണ്. ഓക്കെ. എന്തുകൊണ്ടാണ്? പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ക്യാൻ ബി സബ്ജക്ട് ടു ലിമിറ്റഡ് ജുഡീഷ്യൽ റിവ്യൂ ആണെങ്കിൽ ആർബിട്രറി ആയിട്ട് ചില കേസസിലൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം? കോർട്ടിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ തേർഡ് വണ്ണും കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. 74th question, 1/3 of members are elected by members of local bodies in the state like district board, municipalities, etc. Legislative council നെ കുറിച്ചാണ് പറയുന്നത്. അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1/6 are nominated by governor from amongst persons
who have special knowledge or practical experience of literature, science, art, cooperative movement and social service. അതും ശരിയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആക്ച്വലി പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം കേട്ടോ. രാജ്യസഭയിലേക്ക് പ്രസിഡന്റിനെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. ആ സമയത്ത് ഇത് അപ്ലിക്കേബിൾ അല്ല, കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിനകത്ത് വരുന്നില്ല കേട്ടോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നിങ്ങൾ നോക്കുക, 1/6 നോമിനേറ്റഡ് ബൈ ഗവർണർ ഫ്രം എമംഗ്സ് പേഴ്സൺസ് ഹു ഹാവ് സ്പെഷ്യൽ നോളജ്. ഓക്കെ, 1/3 എന്താണ്, മെമ്പേഴ്സ് എലക്ടഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ആണ്. ബാക്കി 1/3 സ്റ്റേറ്റ് അസംബ്ലിയിലെ ആൾക്കാരാണ് എലക്ട് ചെയ്യുന്നത്. ബാക്കി 1/12 ഗ്രാജുവേറ്റ് ആണ് എലക്ട് ചെയ്യുന്നത്. ബാക്കി 1/12 ടീച്ചേഴ്സ് ആണ് എലക്ട് ചെയ്യുന്നത്. ഇത് ഗ്രാജുവേറ്റ് ആണ്, ഇത് സ്റ്റേറ്റ് അസംബ്ലി ആണ്. പിന്നെ 1/6 എന്ന് പറയുന്നത് നോമിനേറ്റഡ് ആണ്. 1/3 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ആൻസർ സി ആണ് വരുന്നത്. 75th ക്വസ്റ്റ്യൻ, regarding the control of High Court over subordinate courts, consider the following statement ആണ്. It has the authority to withdraw a case from subordinate court if it involves a substantial question of law requiring constitutional interpretation. Yes, correct ആണ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുള്ള കേസ് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഹൈക്കോർട്ടിന്, സബോർഡിനേറ്റ് കോർട്സ് എന്ന്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഡീൽസ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റഡ് ടു പോസ്റ്റിംഗ്, പ്രൊമോഷൻ, ലീവ്സ്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസസ് ഇൻക്ലൂഡിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജസ് അല്ല, എക്സ്ക്ലൂഡിംഗ്. ഡിസ്ട്രിക്ട് ജഡ്ജസിനെ പറ്റില്ല, ഇൻക്ലൂഡിംഗ് അല്ല, എക്സ്ക്ലൂഡിംഗ് ആണ്. സോ ഇത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എക്സ്ക്ലൂഡിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So answer option B. Okay, 76th question. Consider the following statement with reference to the usage of language in High Court of India എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോക്കിക്കോ, until parliament provides otherwise all proceedings will be English language only എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോർട്ടിൽ കേട്ടോ. അത് കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 348 ആണ്. യെസ്, ആർട്ടിക്കിൾ 348. യെസ്, ഇതും ആർട്ടിക്കിൾ 348 തന്നെയാണ്. ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ് can authorize any official language of the state in the proceedings ആണ്. ആർട്ടിക്കിൾ 348 തന്നെയാണ്. സോ ആൻസർ ഓപ്ഷൻ സി, ആൻസർ ഓപ്ഷൻ സി ആണ് വരേണ്ടത്. യെസ്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി, യെസ്, കറക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി. 77th one. Consider the following statement about the cantonment board. നമുക്കറിയാലോ, കണ്ണൂരുണ്ട് ഒരു കണ്ടോൺമെന്റ് ബോർഡ്. എന്തുകൊണ്ടാ? അതായത് നമ്മുടെ റിസർവ് ബറ്റാലിയൻസും കാര്യങ്ങളൊക്കെ, ഇത് നമ്മുടെ ആർമിയിലെ തന്നെ ആൾക്കാർ പുറമേ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ആക്ച്വലി കണ്ടോൺമെന്റ് ഏരിയാസ് ആയിട്ട് അറിയപ്പെടുന്നത്. അവരുടെ ആർമീന്റെ ഭൂമിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബോർഡ്സും കാര്യങ്ങളാണ് എന്ത് കണ്ടോൺമെന്റ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടുത്തെ കമാൻഡർ ഇൻ ചാർജ് ആയിരിക്കും, അവിടുത്തെ മിലിറ്ററി ഓഫീസർ ആയിരിക്കും, അവിടുത്തെ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് ഓഫ് ദ കണ്ടോൺമെന്റ് ബോർഡ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. അവിടെ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നോക്കുക. The elected members of board hold for 5 years. Yes, correct ആണ്. And nominated members hold office for a term of 2 years. ആണോ? 2 years അല്ല കേട്ടോ. നോമിനേറ്റഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉള്ള മിലിറ്ററി ഓഫീസേഴ്സ് ആണ്, മിലിറ്ററി ആൾക്കാരാണ്. അവരെന്ത് ചെയ്യും? അവിടെ എത്രത്തോളം കാലാവധിയാണോ വർക്ക് ചെയ്യുന്നത് അത്രയും കാലത്തോളം അവിടെ ആ ഓഫീസ് ഹോൾഡ് ചെയ്യും കേട്ടോ. 2 years അല്ല, 2 years എന്ന് പറഞ്ഞൊരു കാറ്റഗറി അവിടെ പറഞ്ഞിട്ടില്ല. എലക്ടഡ് മെമ്പേഴ്സ് എന്താണ്, ഓരോ 5 വർഷം കഴിയുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ മിലിറ്ററി ഓഫീസർ കമാൻഡിംഗ് ദ സ്റ്റേഷൻ ഇസ് ദ എക്സ് ഒഫീഷ്യൽ പ്രസിഡന്റ് ഓഫ് ദ ബോർഡ്. യെസ്, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആണ്. എ കണ്ടോൺമെന്റ് ബോഡി ഈസ് ക്രിയേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ബട്ട് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. ആണോ? അല്ല കേട്ടോ, സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. യെസ്, എക്സിക്യൂട്ടീവ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അല്ലേ? ഹലോ, എന്തേലും പറയുന്നുണ്ടോ? എനിവൺ? എനിക്ക് പടമൊന്നും അറിയില്ല, ഞാൻ തന്നെ മറന്നേക്കുന്നു. സോറി. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ട്രെയിനിങ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കാലിക്കറ്റ് ബസ് കയറിയപ്പോ അമ്മ ലേറ്റ് വെച്ചാ പിന്നെ ഇവിടുന്ന് ഇറങ്ങി പിന്നെ കയറുന്ന ഉമ്മ പിന്നെയും ടയർഡ് ആവുമല്ലോ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ അങ്ങനെ വെച്ചാ പോണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ നോക്കാം.
നെക്സ്റ്റ് ദ എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കന്റോൺമെന്റ് ബോഡി ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 77th ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓൺലി 2 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓൺലി ടു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 78th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ 73rd അമെന്റ്മെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 73rd എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആണ്. ദർ മസ്റ്റ് ബി എ മാൻഡറ്ററി റിസർവേഷൻ ഓഫ് 1/3 ഓഫ് ഓൾ സീറ്റ്സ് ഇൻ പഞ്ചായത്ത് അറ്റ് എവറി ലെവൽ ഫോർ വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് ശരിയാണ്. അത് ഡയറക്ട്ലി 73rd അമെന്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. 1992 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പറഞ്ഞു. ആക്ടില് പാർട്ട് 11A ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു. 243 to 243O വരെയാണ്. ഇതൊക്കെ ബേസിക് സാധനമാണ്. 11th ഷെഡ്യൂൾ ആണ് 73rd, 12th ഷെഡ്യൂൾ ആണ് 74th പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് മേക്സ് മാൻഡറ്ററി ഫോർ ഓൾ സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് 3-tier സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇത് തെറ്റാണേ. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ 20 lakh പോപ്പുലേഷന് താഴെയാണ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് എന്ത് ചെയ്യണ്ട? അവർക്ക് 3-tier സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. സോ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. സോ ആൻസർ വരുന്നത് വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അബോവ് ആർ കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ. 79th ക്വസ്റ്റ്യൻ, 73rd അമെന്റ്മെന്റ് ആക്ട് 1992 പ്രകാരം ഔട്ട്സൈഡ് ദ പർവ്യൂ ഓഫ് 73rd അമെന്റ്മെന്റ് ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്സൈഡ് ദ പർവ്യൂ എന്താണ്? നാഗാലാൻഡിൽ അപ്ലിക്കബിൾ അല്ല, മിസോറാമിലും അല്ല, മേഘാലയയിലും അല്ല, അരുണാചൽ പ്രദേശിൽ അപ്ലിക്കബിൾ ആണ്. ബാക്കി എന്ത് ചെയ്യാം? പെസ ആക്ട് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പെസ ആക്ട് 1996 പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് 1996 ആണ്. ആക്ട് പ്രകാരം എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആൻസർ വരുന്നത് ഓൺലി 3 ആണ്. അരുണാചൽ പ്രദേശ് ഒഴികെ ബാക്കിയെല്ലാം ഔട്ട്സൈഡ് ദ പർവ്യൂ ഓഫ് 73rd അമെന്റ്മെന്റ് ആക്ട് ആണ് 1992. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 80. To be eligible for election as vice president, a person must have been completed 30 years of age ആണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഗവർണറിന്റെ ഇലക്ഷൻ പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെയാണ് ഇത് വരുന്നത്. സോ എന്താണ്? 35 ആണ്. 35 ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. A candidate for elections to be the office of vice president must have support of at least 50 members എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 വേണ്ട, 20 മാത്രമേ ആവശ്യമുള്ളൂ. 20 members മാത്രമേ ആവശ്യമുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. The constitution says that he should not be a member of either house of parliament or a house of state legislature എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓൺലി 1 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 80 ആൻസർ ഓപ്ഷൻ എ ആണ്. 81st, a notified area committee is an entirely nominated body, meaning all the members of notified area committee including the chairman are nominated by state legislature ആണ്. അതെന്താണ്? അത് ശരിയാണ്. എന്താണ് നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി? നോട്ടിഫൈഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നോട്ടിഫൈഡ് ഏരിയ എന്ന് പറയുന്നത് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ഏരിയ എന്നാണ് അത് പറയുന്നത്. ടൗൺഷിപ്പിനും സെയിം മീനിങ് തന്നെയാണുള്ളത്. ടൗൺഷിപ്പിനും സെയിം മീനിങ് ആണ്. എ ടൗൺഷിപ്പ് ഫോം ഓഫ് ഗവൺമെന്റ് ഹാസ് നോ ഇലക്ടഡ് മെമ്പർ ആൻഡ് റാദർ ഫങ്ഷൻസ് ആസ് എ എക്സ്റ്റൻഷൻ ഓഫ് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇതാണ് ഡയറക്റ്റ് അതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് എ ടൗൺ ഏരിയ കമ്മിറ്റി മേ ബി wholly elected or wholly nominated by the state government or partly elected or partly nominated എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അതും ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി, ടൗൺഷിപ്പ്, ടൗൺ ഏരിയ കമ്മിറ്റി ഇങ്ങനെയുള്ള അർബൻ ബോഡീസിനെ പഠിച്ചു വെക്കുക കേട്ടോ. അർബൻ ബോഡീസിനെ പഠിച്ചു വെക്കുക. 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അത് പ്രകാരം എന്താണ് എലിജിബിലിറ്റിയും ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബോവ് ആർ കറക്റ്റ്. ഓക്കെ, 82nd പ്രിവിലേജസ് ആണ് പറയുന്നത്. യെസ്, പാർലമെന്റ് ഹാസ് പ്രിവിലേജസ് ആണ് പറയുന്നത്. മെമ്പേഴ്സ് കനോട്ട് ബി അറസ്റ്റഡ് ഡ്യൂറിംഗ് ദ സെഷൻ ഓഫ് പാർലമെന്റ് 40 days ബിഫോർ ആൻഡ് ബിഗിനിങ് ആൻഡ് 40 days ആഫ്റ്റർ ദി എൻഡ് ഓഫ് സെഷൻ. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം ജൂറി സർവീസ് വെൻ പാർലമെന്റ് ഈസ് ഇൻ സെഷൻ. അതും കറക്റ്റ് ആണ്. മെമ്പേഴ്സ് ഹാവ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ പാർലമെന്റ് ആൻഡ് നോ മെമ്പർ ഈസ് ലയബിൾ ടു എനി പ്രൊസീഡിങ്സ് ഇൻ എനി കോർട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? അതും ശരിയാണ്. അതായത് സഭയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് അവർക്ക് കേസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് അതിന്റെ ബേസിക് അണ്ടർലൈൻ ഫാക്ട് എന്ന് പറയുന്നത്. അതായത് ജൂറി സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് കോടതിയിൽ കേസോ കാര്യങ്ങളോ വിളിച്ചു കഴിഞ്ഞാൽ ഈ സെഷൻ നടക്കുന്ന സമയത്ത് ഇവർക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് 40 days പ്രിയോറും 40 days ആഫ്റ്റർ ദ പാർലമെന്റും കേട്ടോ. ഫോർത്ത് വൺ, ദ കോർട്ട് പ്രൊഹിബിറ്റഡ് ഇൻക്വയറിംഗ് ഇൻ ടു പ്രൊസീഡിംഗ്സ് ഓഫ് ദ ഹൗസ്. അതും കറക്റ്റ് ആണ്. അതും പ്രിവിലേജസിന്റെ അണ്ടറിൽ വരുന്നതാണ്. പാർലമെന്ററി പ്രിവിലേജസ് ഓഫ് എ മെമ്പർ ഇൻ പാർലമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് അസംബ്ലി എല്ലാം കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 83rd question.
74th Constitutional Amendment ആക്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. There shall be constituted ward committees consisting of one or more wards within the territorial area of a municipality having population 3 lakh or more എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 lakh or more എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് ശരിയാണ്. സെക്കൻഡ് വൺ, എ മുനിസിപ്പൽ കൗൺസിൽ ഫോർ സ്മോൾ അർബൻ ഏരിയാസ്, അതും 74th Amendment ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 3 lakh ഓർമ്മിച്ച് വെക്കുക കേട്ടോ, അത് കറക്റ്റ് ആണ്. The 12th schedule contains 18 functional items of the municipalities. അത് കറക്റ്റ് ആണ്. ചുമ്മാ ഓടിച്ചു നോക്കുക എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടോ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചുമ്മാ ഓടിച്ചു നോക്കുക. 18 functional items ഉണ്ട് കേട്ടോ മുനിസിപ്പാലിറ്റീസിന്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. 83rd ആൻസർ ഓപ്ഷൻ സി. 84th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ പ്രസിഡന്റ്സ് വീറ്റോ പവർ ആണ്? എന്താണത്? ക്വാളിഫൈഡ് വീറ്റോ ആണ്. ക്വാളിഫൈഡ് വീറ്റോ ആണ്. ക്വാളിഫൈഡ് വീറ്റോ ആണ്. ബാക്കിയൊക്കെ ഇന്ത്യൻ പ്രസിഡന്റിന് ഉണ്ട്. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നിലും ഒരു, അതായത് റിജക്റ്റും ചെയ്യുന്നില്ല, ആക്സെപ്റ്റും ചെയ്യുന്നില്ല, അപ്രൂവും ചെയ്യുന്നില്ല. അതിനാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. സസ്പെൻസ് വീറ്റോ എന്ന് പറയുന്നത് എന്താ? അതായത് ഇത് റിട്ടേൺ ചെയ്തു, റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? സാധാ ഒരു മെജോറിറ്റിയിൽ പാസ് ചെയ്ത് പിന്നെ ആദ്യം ബില്ല് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഒപ്പിടണം, എന്തായാലും ഒപ്പിടണം. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഹോൾഡ് ചെയ്യാണ്, ഒരു തീരുമാനം എടുക്കുന്നില്ല, വിത്ത് ഹോൾഡ് ചെയ്യാണ്. അതിനാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യൻ പ്രസിഡന്റിന് ഇല്ല. ക്വാളിഫൈഡ് വീറ്റോ ഉള്ള ഏതെങ്കിലും കൺട്രി പറയാവോ ആരേലും? യെസ്, USA ക്വാളിഫൈഡ് വീറ്റോ ഉണ്ട്. എന്താണ് ക്വാളിഫൈഡ് വീറ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ സദാ വീറ്റോ പവർ തന്നെ വീറ്റോ ചെയ്തു, അതായത് തിരിച്ചയച്ചു, റിട്ടേൺ ചെയ്തു, ബില്ല് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും? ഓവർറൈഡ് ചെയ്യാനുള്ള ഓവർറൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. യെസ്, കറക്റ്റ്. ഓവർറൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഓവർറൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഓവർറൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും വലിയൊരു മെജോറിറ്റിയിൽ, ഹയർ മെജോറിറ്റിയിൽ പാസ് ചെയ്തിട്ട് ബില്ല് തിരിച്ചയച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ഒപ്പിടണം. അതും 10 daysനുള്ളിലാണ് ഈ പ്രൊസീജിയർ നടക്കേണ്ടത്. 10 daysനുള്ളിലാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിക്കേണ്ടത് ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യൻ പ്രസിഡന്റിനില്ല, US പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത് ഹയർ മെജോറിറ്റിയിൽ പാസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഓവർറൈഡ് ചെയ്യാൻ. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് വിത്ത് ഹോൾഡ് ആണ്. സസ്പെൻസ് വീറ്റോ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്തിട്ട് നമ്മളെ എടുക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് പാസ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, നേരത്തെ പാസ് ചെയ്തതിന്റെ ഹയർ മെജോറിറ്റി ഒന്നും വേണമെന്നൊന്നുമില്ല, പാസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ബൗണ്ട് ടു സൈൻ ആവും. അതായത് എന്തായാലും സൈൻ ചെയ്തേ മതിയാവും എന്നുള്ള, അപ്രൂവ് ചെയ്തേ മതിയാവും എന്നുള്ള കണ്ടീഷൻ ആവും കേട്ടോ സസ്പെൻസീവ് വീറ്റോന്റെ സമയത്ത്. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മീനിങ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ള മീനിങ് മാത്രം എടുത്താൽ മതി. ഓക്കെ, 85th വൺ, അഡ്ജർമെന്റ് മോഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അഡ്ജർമെന്റ് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അടിയന്തര പ്രമേയം. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ ഡെയിലി കാണുന്ന സാധനം വെച്ച് ആലോചിച്ച് വെച്ചാൽ മതി. ഫസ്റ്റ് വൺ നോക്കും, രാജ്യസഭ ഈസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് ഡിവൈസ്. അത് കറക്റ്റ് ആണ് കേട്ടോ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി പ്രൊസീജിയർ വിച്ച് സെറ്റ് അസൈഡ്സ് നോർമൽ ബിസിനസ് ഓഫ് ദ ഹൗസ്. അതും കറക്റ്റ് ആണ്. യെസ്. നെക്സ്റ്റ്, എൻ അഡ്ജർമെന്റ് മോഷൻ ഷുഡ് നോട്ട് റൈസ് എ ക്വസ്റ്റ്യൻ ഓഫ് പ്രിവിലേജ്. അതും കറക്റ്റ് ആണ്. യെസ്. ഇറ്റ് ഇൻവോൾവ്സ് എൻ എലമെന്റ് ഓഫ് സെൻഷർ അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. ആണോ? യെസ്, അതും ശരിയാണ്. അഡ്ജർമെന്റ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? സ്പെസിഫിക് മാറ്റർ ഓഫ് അർജന്റ് ഇമ്പോർട്ടൻസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് അഡ്ജർമെന്റ് മോഷനിൽ കൊണ്ടുവരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അഡ്ജർമെന്റ് മോഷനെ കുറിച്ച് നോക്കി വെക്കുക കേട്ടോ. സെൻഷർ മോഷൻ, അഡ്ജർമെന്റ് മോഷൻ, നോ കോൺഫിഡൻസ് മോഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ എക്സാമിന്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ തരുന്നതാണ് ആക്ച്വലി കേട്ടോ, അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് 86th ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് എക്സ്പ്രസ്ലി യൂസ് ദ ടേം പ്രോ ടൈം സ്പീക്കർ. യെസ്, കറക്റ്റ് ആണ്. ഹി കണ്ടക്ട്സ് ഫ്ലോർ ടെസ്റ്റ് ടു പ്രൂവ് ദ ഗവൺമെന്റ്സ് മെജോറിറ്റി. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഒരു ഗവൺമെന്റിന്റെ മെജോറിറ്റി പ്രൂവ് ചെയ്യേണ്ട ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ ഫ്ലോർ ടെസ്റ്റ് നടത്തുന്നത് ആരാണ്? പ്രോ ടൈം സ്പീക്കർ ആണ്. തേർഡ് വൺ, ദ ഗവർണർ അഡ്മിനിസ്റ്റർ ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രോ ടൈം സ്പീക്കർ ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. യെസ്, സ്റ്റേറ്റിലെ പ്രോ ടൈം സ്പീക്കർക്ക് ഇത് കൊടുക്കുന്ന ആരാണ്? ഗവർണർ ആണ്. ഫോർത്ത് വൺ, ദ ഓഫീസ് ഓഫ് പ്രോ ടൈം സ്പീക്കർ സീസസ് ടു എക്സിസ്റ്റ് ആഫ്റ്റർ ദ ന്യൂ സ്പീക്കർ ഓഫ് ദ ഹൗസ് ഈസ് ഇൻ ചൂസൺ. യെസ്, കറക്റ്റ് ആണ്. പ്രോ ടൈം സ്പീക്കർ ആയിട്ട് ആക്ച്വലി ആരെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളെ ആണ് ചൂസ് ചെയ്യാറ് സാധാരണ. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇഷ്യൂ നിങ്ങൾ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ പുതിയ പാർലമെന്റ് സെഷൻ വന്ന സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രോട്ടോൺ സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ ആൻസർ വന്നത് 86th ഓപ്ഷൻ ഡി അല്ലേ? യെസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 87th ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ്സ് ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 80 അല്ലെങ്കിൽ 70-80 ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ചു നോക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഏറ്റവും താഴെയായിരിക്കും ചിലപ്പോൾ കിടക്കുക ചിലപ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കാണാതിരിക്കരുത്. ഓക്കെ, ഫസ്റ്റത്തെ ഒക്കെ ഈ പേപ്പറിൽ കുറച്ച് ടഫ് ആയിരുന്നു, അവസാനം വരുമ്പോൾ കുറെ കൂടി എളുപ്പമുള്ള പെട്ടെന്ന് കിട്ടുന്ന ആൻസേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നോക്കുക. പ്രസിഡന്റ്സ് ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, യെസ് കറക്റ്റ് ആണ്. ദ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, കൂട്ടോ ഇല്ല. തേർഡ് വൺ, ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്, അത് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി. 1 and 3 ഓൺലി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 88th ക്വസ്റ്റ്യൻ. എ കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസി ബീങ് ഡിക്ലാർഡ് ഇൻ എ സ്റ്റേറ്റ്, അതിന്റെ അർത്ഥം എന്താ? സ്റ്റേറ്റ് എമർജൻസി ആണ് അല്ലെ, പ്രസിഡന്റ്സ് റൂൾ ആണ്, പ്രസിഡന്റ്സ് റൂൾ ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ആണ്. സ്റ്റേറ്റ് that the powers of state legislatures will be exercised under the authority of parliament, correct ആണ്. President can state that the powers of state legislatures will be exercised under the authority of parliament. President can assume all functions of the state government with the exceptions of those of high court. high courtന്റെ powers ഒഴികെ ബാക്കിയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, ആൻസർ ഓപ്ഷൻ സി. 89th question. With reference to Indian judiciary, consider the following statement ആണ്. Any retired judge of Supreme Court of India can be called back to sit and act as a Supreme Court judge by Chief Justice of India with the prior permission of the President of India. Correct statement ആണ്, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ad hoc judges ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ad hoc judges നോക്കി വെക്കുക. റിട്ടയർഡ് ജഡ്ജസ്, ad hoc judges ഒക്കെ നോക്കി വെക്കുക. A high court in India has the power to review its own judgment as the Supreme Court does. Yes, correct അല്ലേ? എന്തായാലും റിവ്യൂ ചെയ്യാൻ പവർ ഉണ്ടാവും. ഒരു കോർട്ടിന് എന്തായാലും അവരുടെ ജഡ്ജ്മെന്റ്സ് റിവ്യൂ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്, 89th. 90, a person who is qualified for post of district judge should have been an advocate for pleader for 5 years ആണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എത്രയാണ്? 7 അല്ലേ? യെസ്, 7 years ആണ്, 7 years ആണ്. ഡിസ്ട്രിക്ട് ജഡ്ജ് ഷുഡ് ബി റെക്കമെൻഡഡ് ബൈ ഹൈക്കോർട്ട് ഫോർ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് ശരിയാണ്. തേർഡ് വൺ, കൺട്രോൾ ഓവർ സബോർഡിനേറ്റ് കോർട്സ് ഈസ് വെസ്റ്റഡ് വിത്ത് കൺസേൺഡ് സ്റ്റേറ്റ് ഹൈക്കോർട്ട് ആണ്, അതും ശരിയാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി. 2 and 3 ഓൺലി. 5 years അല്ല, ലീഡർ ആയിരിക്കണം. എത്ര കൊല്ലം? 7 years കേട്ടോ, 7 years. നെക്സ്റ്റ് 91st ക്വസ്റ്റ്യൻ. Who among the following appoints the judicial officers of the subordinate judiciary other than district judges എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആൻസർ ഡയറക്ട്ലി ഗവർണർ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് ഹൈക്കോർട്ട് ആണ്. പബ്ലിക് സർവീസ് PSC കൂടി ഇതിന്റെ അകത്ത് പാർട്ടാണ്. നമ്മൾ വിചാരിക്കില്ല PSC പാർട്ടാവുമെന്ന് നമ്മൾ വിചാരിക്കില്ല. ഒരു PSC പാർട്ടാവും നമ്മൾ വിചാരിക്കില്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻസർ ഓപ്ഷൻ ബി. 92nd ക്വസ്റ്റ്യൻ. 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. വുമൺ റിസർവേഷൻ ബില്ലിനെ കുറിച്ചാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് റിസർവ്സ് 1/3 of all seats for women in ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. രാജ്യസഭ ഉണ്ടോ? രാജ്യസഭ ഇല്ല കേട്ടോ, രാജ്യസഭ ഇല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്, രാജ്യസഭ ഇല്ല. Second one, the rotation of seats allocated for women will be governed by parliamentary legislation after each delimitation process. അതെന്താണ്? അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. 93rd, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡൽഹിയും പുതുച്ചേരി എന്തായാലും ഉണ്ട്. ജമ്മു കാശ്മീർ ഇലക്ഷൻ നടന്നു ഇപ്പോ, അപ്പൊ എന്തുണ്ട്? അതിനും ഉണ്ട് കേട്ടോ. ആൻഡമാൻ നിക്കോബാറും ലഡാക്കും ഇല്ല. 2ഉം 4ഉം 5ഉം ഉണ്ട്. സോ ആൻസർ ഓൺലി 3 ആണ്, ഓൺലി 3 ആണ് ആൻസർ വരുന്നത്, ഓൺലി 3. 94th ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് സ്പെസിഫൈ എ ടൈം ഫ്രെയിം ഫോർ ചൂസിങ് ഡെപ്യൂട്ടി സ്പീക്കർ. യെസ്, കറക്റ്റ് ആണ്. കഴിഞ്ഞ 2019 ലോക്സഭയിൽ എന്തില്ല? 2019-24 ലോക്സഭയിൽ എന്തില്ല? ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല എന്ന് നോക്കിയാൽ മതി, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈം ഫ്രെയിം പറയുന്നില്ല എന്ന് കറക്റ്റ് ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് സെലക്ടഡ് ഫ്രം എമോങ് ദ ലോക്സഭ മെമ്പേഴ്സ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് വൺ നോക്കും. The opposition party has held the post for deputy speaker of Lok Sabha in the past. Correct ആണ്. UPA ഗവൺമെന്റ് അറിയാലോ, UPA ഗവൺമെന്റ് 2004 to 2014 വരെ ഉണ്ടായ. ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ഹെൽഡ് ചെയ്തിരിക്കുന്നത് ആ ഗവൺമെന്റിലെ ആളല്ല, ഗവൺമെന്റ് പാർട്ടിയിലെ ആൾക്കാരല്ല. ഇപ്പൊ വാജ്പേയി ഗവൺമെന്റ് 1999 വാജ്പേയി ഗവൺമെന്റിലും ഇതേപോലെ അല്ല ഉള്ളത്. ചന്ദ്രശേഖറിന്റെ ഗവൺമെന്റ് ഉണ്ട് 1990 ഗവൺമെന്റ്. അതേപോലെ തന്നെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിലും 1991 അതും എന്തല്ല ഓപ്പോസിഷൻ പാർട്ടിയാണ്
ഹെൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഡെപ്യൂട്ടി സ്പീക്കർ പോസ്റ്റ്. ഓക്കെ, സോ ആൻസർ വരുന്നത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ആവുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നണ്ണ്. എല്ലാം കറക്റ്റ് ആണ്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാവ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് ക്വസ്റ്റ്യൻ. നേരത്തെ ചോദിച്ച അതേ പോർഷൻ ആണ്. ആന്ധ്ര, തെലങ്കാന, ഉത്തർപ്രദേശ്, ബീഹാർ. ഗുജറാത്ത് ഇല്ല കേട്ടോ, ഗുജറാത്ത് ഇല്ല. സോ ആൻസർ വരുന്നത് ഓൺലി 4 ആണ്, ഓൺലി 4. 96th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഓഫീസ് ഓഫ് വിപ്പ് ആണ്. വിപ്പ് ഈസ് മെൻഷൻ ഇൻ neither the constitution nor the rules of house of parliamentary statute. കറക്റ്റ് ആണ്. വിപ്പ് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ബോത്ത് ദ റൂളിംഗ് ആസ് വെൽ ആസ് ഒപ്പോസിഷൻ പാർട്ടീസ് അപ്പോയിന്റ് ദർ വിപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി. 97th ക്വസ്റ്റ്യൻ. മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എനി പേഴ്സൺസ് ടു ബി എ മെമ്പർ ഓഫ് പഞ്ചായത്ത് ഈസ് 21 years. കറക്റ്റ് ആണ്. പഞ്ചായത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ആഫ്റ്റർ പ്രീമച്വർ ഡിസൊല്യൂഷൻ കണ്ടിന്യൂസ് ഓൺലി ഫോർ റിമൈൻഡർ പീരിയഡ്. യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 14th ക്വസ്റ്റ്യൻ. ഓക്കെ, റിപ്പീറ്റിംഗ് ആണ്. സി ആണ് ആൻസർ. സി ആണ് ആൻസർ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ആസ് എൻ എക്സസൈസ് ഓൺ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. 99th ക്വസ്റ്റ്യൻ. ദ മിനിമം ഏജ് ഫോർ ബിക്കമിംഗ് MLA is 21 years. 21 അല്ല, 25 years ആണ്. 25 years ആണ്. The person must be a member of scheduled caste or scheduled tribe in any UT or state if she wants to contest a seat reserved for them. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഇപ്പം ഒരു സ്റ്റേറ്റിൽ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, പക്ഷെ ഒരു പേഴ്സൺ അവിടെ മത്സരിക്കണം, ഈ സീറ്റിൽ മത്സരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ആ പുള്ളി എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്, ആ കാസ്റ്റ് ആ സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം? ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആയിരിക്കണം. എന്നാൽ മാത്രമേ പുള്ളിക്കാർക്ക് അവിടെ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതാണ് ഐഡിയ. സോ 1 തെറ്റാണ്, സെക്കൻഡ് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 100th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ടേക്സ് ഓത്ത് അക്കോർഡിംഗ് ടു 3rd ഷെഡ്യൂൾ ആണ്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഉണ്ടെങ്കിൽ ഓത്ത് ടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 3rd ഷെഡ്യൂളിന്റെ പാർട്ടിലാണ്. ഓക്കെ, ഇൻ ദ ഓർഡർ ഓഫ് പ്രസിഡൻസ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ റാങ്ക്സ് എബോവ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അത് ശരിയാണ്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ മുകളിലാണ് ആ റാങ്ക് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ മുകളിലാണ് റാങ്ക് ഹോൾഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ റാങ്ക്സ് എബോ യൂണിയൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. സോ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. 100 ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ആർട്ടിക്കിൾ 75 പറഞ്ഞിട്ടുണ്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കാര്യം. ആർട്ടിക്കിൾ 164 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കാര്യം ആർട്ടിക്കിൾ 164 പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ് ഉള്ളത് KM ശർമ്മ വേഴ്സസ് ദേവിലാൽ ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട്. 1990 ഒരു കേസാണ്. അതായത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു റെഗുലർ ക്യാബിനറ്റ് മിനിസ്റ്റർ പവർ മാത്രമേ ഉള്ളൂ. ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു റെഗുലർ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പവർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ജഡ്ജ്മെന്റ് വന്നതാണ് KM ശർമ്മ വേഴ്സസ് ദേവിലാൽ ആൻഡ് അതേഴ്സ്. അതായത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ കുറിച്ച് ഏതെങ്കിലും ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കേസാണ്. ഇത്രയാണ് ഇന്നത്തെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു 80ക്ക് എബോ, ഒരു 70ക്ക് എബോ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതായത് നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കണ്ട് ഡിമോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. കണ്ടോ, ദ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ബി സീൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് മുതൽ അങ്ങോട്ട് താഴോട്ട് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അത്ര വരെ കുറച്ച് ടഫ്നെസ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ 44th ക്വസ്റ്റ്യൻ ഇല്ലേ? 45th ക്വസ്റ്റ്യൻ, ഒരൊറ്റ മിനിറ്റ്. 44. 44th ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. 44th ക്വസ്റ്റ്യൻ. The writ jurisdiction of Supreme Court and High Court in India is same എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, പറഞ്ഞോ, എന്താണ്? അതില് സെയിം അല്ല. റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് വൈഡൻ ജൂറിസ്ഡിക്ഷൻ ഉള്ള ആർക്കാണ്? ഹൈക്കോർട്ടിനല്ലേ. ഹൈക്കോർട്ടിന് നല്ല പവേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് സുപ്രീം കോടതിക്ക് റിട്ട് ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് ഉള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, ഹൈക്കോർട്ടിന് എന്താണ്? ഹൈക്കോർട്ടിന് അത് മാത്രമല്ല, അത് കൂടാതെ വൈഡർ അപ്ലിക്കേഷൻസ് ഉണ്ട്.
അത് ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ടല്ലോ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ 32-ലും ഇതിനകത്ത് 226-ലോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, എനി അതർ എന്തേലും ഉണ്ടോ? പറഞ്ഞോ, മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിച്ചോ. ഒരു 10 മിനിറ്റ്. എന്തേലും ഉണ്ടോ? സർ, 26th ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാമോ? 26th യെസ് 26th 26th സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടെൻഡേഴ്സ് അഡ്വൈസ് ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ മാറ്റേഴ്സ് ഓഫ് ലോ ദാറ്റ്. അതായത് എപ്പോഴാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ ഒരു മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ, ചുമ്മാ അഡ്വൈസ് ചോദിക്കാതെ കൊടുക്കരുത് എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പ്രസിഡന്റ് ഇപ്പൊ അഡ്വൈസ് ചോദിക്കുകയാണ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോ പോയിന്റിനെ കുറിച്ച് പ്രസിഡന്റ് ചീഫ് ജസ്റ്റിനോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ആ സമയത്ത് മാത്രമേ അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് ഇപ്പൊ ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടാവുകയാണ്, അപ്പൊ ആ സമയത്ത് സുപ്രീം കോടതി പറയാണ് പ്രസിഡന്റിനോട് ഇന്ന കാര്യം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമില്ല. അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടെൻഡേഴ്സ് അഡ്വൈസ് ടു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓൺ മാറ്റേഴ്സ് ഓഫ് ലോ ഓർ ഫാക്ട് ഇഫ് ദ പ്രസിഡന്റ് സീക്ക് സച്ച് ആൻ അഡ്വൈസ് ചോദിച്ചാൽ മാത്രം. അത്രേ ഉള്ള ഐഡിയ. അപ്പൊ അതിന്റെ ആൻസർ ഓൺലി 1 ആണോ അതോ ഓൺലി 2 ആണോ വരിക? ഓക്കെ, ഈ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആണുള്ളത് അല്ലെ? ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്? ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി എന്നുള്ള ഐഡിയയിലാണ്. അതാണ് ഓൾ 3 ഓൺലി 1 ഓൺലി 2 എന്ന് പറഞ്ഞ ഇതെടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഓൺലി 1 ആണ് വരിക. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിട്ടാണെങ്കിൽ ചോദിക്കാം. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 43 ഫ്രം മീറ്റിംഗ്, ആർട്ടിക്കിൾ 43 പ്രകാരം ഓക്കെ ആണോ? അല്ല സർ, അത് പ്രസിഡന്റിന്റെ സുപ്രീം കോർട്ടിനോട് ചോദിക്കുന്ന ആ ആർട്ടിക്കിൾ പറഞ്ഞതാ 143 ആണല്ലോ. യെസ് ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 142 കംപ്ലീറ്റ് ജസ്റ്റിസും 143 അഡ്വക്കേറ്റ് അഡ്വൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, എനി അതർ ഡൗട്ട്? സർ, ചോദിച്ചോ. 68 വിപ്പിനെ കുറിച്ച് പറഞ്ഞു. 68 വിപ്പിനെ കുറിച്ച് പറയുന്ന. ഓക്കെ, വിപ്പിനെ കുറിച്ച് എന്തായിരുന്നു? 68 അല്ലേ? 68. ഓക്കെ, വിപ്പിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞോ. അതായത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓപ്പൺ ബാലറ്റ്സ് ആണ്. അതായത് ഓപ്പൺ ബാലറ്റ്സ് ആണ് രാജ്യസഭ ഇലക്ഷനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിപ്പ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്രേ ഉള്ളൂ. വിപ്പിന്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി അങ്ങനെ. അതായത് വിപ്പ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എക്സാമ്പിളിന് മാത്രം വേണ്ടിയിട്ട് ഇപ്പം കേരള നിയമസഭയിലെ ഇപ്പം ഗവേൺ ചെയ്യുന്ന പാർട്ടിയുടെ വിപ്പ് എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ്. ഓക്കെ, ശൈലജ ടീച്ചറാണെന്ന് വിചാരിച്ചു. അപ്പൊ പുള്ളിക്കാരി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇലക്ഷനോ വിച്ച് മീൻസ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഭയിൽ നടക്കുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ പാർട്ടിയുടെ ആൾക്കാർക്ക്, ആ പാർട്ടിയുടെ MLAസിന് ഒരു വിപ്പ് ഇഷ്യൂ ചെയ്യും. അതായത് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിപ്പ് ഇഷ്യൂ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇന്ന കാര്യത്തിന് ഇങ്ങനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വിപ്പ് ഇഷ്യൂ ചെയ്യും. ആ വിപ്പ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം അനുസരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിഫക്ട് ചെയ്യപ്പെടും. ഓക്കെ, അല്ലെങ്കിൽ ആ പാർട്ടി എന്ത് ചെയ്യണം? 15 ദിവസത്തിനുള്ളിൽ അയാളോട് ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അപ്പം അയാൾ ഡിഫക്റ്റ് ആവും, ആ MLA സ്ഥാനം പോകും. ഇതാണ് ഐഡിയ. വിപ്പിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിപ്പ് കൊടുക്കുന്നതാണ് എല്ലാ അംഗങ്ങൾക്കും. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഓരോ വിപ്പ് ഉണ്ടാവും, ഒഫീഷ്യൽ വിപ്പ് ഉണ്ടാവും കേട്ടോ. ക്ലിയർ ആണോ? ഇതാണ് ഐഡിയ. ഇനി അത് വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഒരു മിനിറ്റ് ചാറ്റിൽ ക്വസ്റ്റ്യൻ 71 ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് പാർട്ട് 12. ഓക്കെ 71 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ബി സീൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പാർട്ട് 11 തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് മാത്രമാണ്. ഓക്കെ, ഫിനാൻഷ്യൽ റിലേഷൻ പാർട്ട് 12 ഉണ്ട്, അത് കറക്റ്റ് ആണ്. പക്ഷെ എന്താണ് ഇവിടെ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ബി സീൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അത് ഹെഡിങ് തന്നെ പാർട്ട് 11 റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നാണ് ബെയർ ആക്ടിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഇട്ടത്. അല്ലെ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ബി സീൻ ഇൻ വിച്ച് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 12 ആണ് ആൻസർ. അതാണ് ഐഡിയ. ക്ലിയർ ആണോ? 80 ഒന്ന് കൂടി 80 നോക്കേ. 80 ഓക്കെ. 80 എന്താണ്? ടു ബി എലിജിബിൾ ഫോർ ഇലക്ഷൻ ആസ് വൈസ് പ്രസിഡന്റ് എ പേഴ്സൺ ഷുഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് 30 years ഓഫ് ഏജ് അല്ല 35 ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 30 അല്ല 35 ആണ്. 35. സെക്കൻഡ് വൺ നോക്ക്. എ കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻസ് ടു ദ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് മസ്റ്റ് ഹാവ് സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ് അല്ല 20 മെമ്പേഴ്സ് ആണ്. 20 മെമ്പേഴ്സ് ആണ്. അത് മാത്രമല്ല 20 മെമ്പേഴ്സ് ഇവരെ പിന്താങ്ങുകയും വേണം. 20 മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യണം. ഇവരെ സെക്കൻഡേഴ്സ് ആയിട്ട് 20 മെമ്പേഴ്സും കൂടി വേണം. പിന്നെ അത് മാത്രമല്ല RBIയിൽ 15,000 രൂപേന്റെ ഒരു ഡെപ്പോസിറ്റും കൂടി ഉണ്ട്. ഷുവറിറ്റിയും കൂടി കെട്ടി വെക്കണം. ഇത്രയാണ് കണ്ടീഷൻസ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 50 മെമ്പേഴ്സ് അല്ല വേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് he should not be a member of either House of Parliament or House of State Legislature. അത് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഓൺലി വൺ ആണ്. അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയോ? ചാറ്റിൽ ഒന്ന് പറയാവോ ഓക്കെ ആണോ? എനി അതർ ആൻസർ, സോറി എനി അതർ ഡൗട്ട്? സർ ഒരു Okay ഡൗട്ട് ആണോ? കൂടെ. അതേ 26th ക്വസ്റ്റ്യനിൽ തന്നെ 26th. ഓക്കെ, ഒരു മിനിറ്റ് എടുക്കട്ടെ. പറഞ്ഞു. സർ അതിനകത്ത് നമ്മൾ ഓൺലി വൺ അല്ലേ കറക്റ്റ് ആക്കിയെടുത്തത്. പക്ഷെ ലക്ഷ്മികാന്തില് 2 സമയത്താണ് അഡ്വൈസറി ജുഡിസ്ഡിക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്. അതിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ലേ. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഓഫ് ലോ പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ലേ, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു, അതായത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് എപ്പോഴാണോ പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം പ്രസിഡന്റിന് അഡ്വൈസ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് തോന്നുകയാണ് ഇത് ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഒരു കാര്യമാണ്, അപ്പോൾ സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കുക. ഇതാണ് ഐഡിയ. ഓക്കെ, അതല്ലാതെ ഇപ്പൊ ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടായി, അപ്പം സുപ്രീം കോടതിക്ക് ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ പ്രസിഡന്റിനോട് അഡ്വൈസ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് ക്വസ്റ്റ്യന്റെ ക്രക്സ്. അതാണ് ഐഡിയ കൊടുത്തത്. അതായത് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ മാത്രമാണ് സുപ്രീം കോടതി പറയാൻ പറ്റുന്നത്. ചോദിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസ് അതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് തന്നെ ബൈൻഡിങ് ഒന്നല്ല. ആക്ച്വലി പ്രസിഡന്റിന്റെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ബൈൻഡിങ് ഒന്നല്ല. ചീഫ് ജസ്റ്റിസിന് കൊടുക്കാതിരിക്കാനുള്ള പ്രൊവിഷൻസും ഉണ്ട് ചില കണ്ടീഷൻസിൽ. പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസ് ആണെങ്കിൽ എന്തായാലും സുപ്രീം കോടതി കൊടുത്തിരിക്കണം, അഡ്വൈസ് എന്തായാലും കൊടുത്തിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ. ജസ്റ്റ്